A very good evening to you all. നമ്മൾ എല്ലാവരും അധിനിവേശ ജീവികൾ എന്നിപ്പോ ഇങ്ങനെ കുറച്ചു കാലമായിട്ട് ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് എന്താണ് ഈ അധിനിവേശ ജീവികൾ എന്നോ അവ എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നോ ഒന്നും നമുക്ക് അറിയില്ല അല്ലെ. അപ്പോ ഈ കേരളത്തിലെ അധിനിവേശ ജീവികളിൽ ഏറ്റവും അധികം ജോലി ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഡോക്ടർ KV ശങ്കരൻ എന്നായിരിക്കും. അത്രയും വർഷം സർ അധിനിവേശ ജീവികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 25 വർഷം ശാസ്ത്രജ്ഞനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2012 KFRA ഡയറക്ടറായിട്ടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം 2021 വരെ ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനിൽ ഇൻവേസീവ് സ്പീഷീസ് സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വനങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ 27 ഗവേഷണ പ്രോജക്റ്റുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CSIRO, CABI, FAO, CIFOR മുതലായ അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് 8 ഗവേഷണ പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ലോകത്തെ 33 രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ഏഷ്യ പസഫിക് ഫോറസ്റ്റ് ഇൻവേസീവ് സ്പീഷീസ് നെറ്റ്വർക്കിന്റെ ആദ്യത്തെ കോർഡിനേറ്ററാണ് ഡോക്ടർ KV ശങ്കരൻ. IUFRAയുടെ ഡെപ്യൂട്ടി ചെയർ, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ അധിനിവേശ ജീവജാലങ്ങളെ കുറിച്ചുള്ള വിദഗ്ധ സമിതിയുടെ കോ ചെയർ, GRIIS ഡാറ്റാബേസിന്റെ ലീഡ് എഡിറ്റർ, ഇന്റർഗവൺമെന്റൽ സയൻസ് പോളിസി പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം സർവീസസ് നടത്തിയ അധിനിവേശ ജീവികളുടെ തീമാറ്റിക് അസസ്മെന്റ് ലീഡ് ഓതർ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 120 ഗവേഷണ പ്രബന്ധങ്ങളും നിരവധി പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു വെൽക്കം ഡോക്ടർ KV ശങ്കരൻ ഓൺ ബിഹാഫ് ഓഫ് ദി ലൂക്ക ഫാമിലി ടു ദിസ് ലൂക്ക ടോക്ക്. വെൽക്കം യു സർ ആൻഡ് ഓവർ ടു യു. Thank you, Kirti. A very generous introduction. Let us start now. PowerPoint ഇംഗ്ലീഷിലാണ്, മലയാളം കഴിയുന്നത്ര പറയാൻ ശ്രമിക്കാം ഞാൻ. എന്നാലും ചില വാക്കുകൾക്ക് കൃത്യമായ തർജ്ജമയില്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് ഉപയോഗിച്ചെന്നിരിക്കും. Let us have the first slide, please. Okay, sir. ടൈറ്റില് ബയോളജിക്കൽ ഇൻവേഷൻസ് ആണ്. നമുക്കതിനെ ജൈവാധിനിവേശം എന്ന് തർജ്ജമ ചെയ്യാം. ജൈവാധിനിവേശം എന്നുള്ളത് അതിന്റെ പ്രക്രിയയാണ്. ഇൻവേസീവ് സ്പീഷീസ് വരുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ജൈവാധിനിവേശം എന്ന് നമുക്ക് ചോദിക്കാം. നമ്മുടെ ആവാസ വ്യവസ്ഥക്ക് അന്യമായ ഒരു വിദേശ സ്പീഷീസ് നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെടുകയും അതിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് സുസ്ഥിരമാകുക എന്ന് ഞാൻ പറയുന്നത്, അത് വ്യാപിക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് ജൈവാധിനിവേശം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ഈ സ്പീഷീസുകൾ നോക്കിയാൽ നമ്മുടെ നേറ്റീവ് സ്പീഷീസ് ഉണ്ട്, പിന്നെ അലിയൻ സ്പീഷീസ്. നമ്മൾ എത്തിപ്പെടുന്ന എല്ലാ വിവിധ സ്പീഷീസുകളും അധിനിവേശ സ്പീഷീസുകളല്ല. നമ്മളെ തദ്ദേശീയ സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ, നേറ്റീവ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ മാവ്, പ്ലാവ്, കുരുമുളക് തുടങ്ങിയതാണ്. വിദേശ സ്പീഷീസുകൾ എന്ന് പറയുന്നതിൽ നമ്മൾ നെല്ല്, തെങ്ങ്, റബ്ബർ, കശുമാവ്, പപ്പയ, കുരുമുളക് എന്നൊക്കെ പെടും കേട്ടോ. അതൊക്കെ വിദേശ സ്പീഷീസുകളാണ്. പക്ഷെ അതൊന്നും അധിനിവേശ സ്വഭാവം കാണിക്കുന്നതല്ല. അധിനിവേശ സ്വഭാവം കാണിക്കുന്ന സ്പീഷീസുകൾ ഇതിലൊരു ചെറിയ ശതമാനം മാത്രമല്ല, ചെറിയ ശതമാനം അലിയൻ സ്പീഷീസ്. അത് ഇനി അതിനെക്കുറിച്ച് പറയാം. കമ്മ്യൂണിസ്റ്റ് പച്ച തുടങ്ങിയ അനേകം സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളൊക്കെ അധിനിവേശ സ്പീഷീസുകളായിട്ടുണ്ട്. അതിന്റെ കൃത്യമായ കണക്കെടുപ്പ് ഇനിയും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അധിനിവേശ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, ചെറു പ്രാണികളടക്കം ഫംഗസുകൾ, മറ്റ് സൂക്ഷ്മജീവികൾ. ഫംഗസുകൾ ഡിഫറെന്റ് ആണ്. ഇവ എത്തിപ്പെടുകയും അവ നമ്മുടെ ജൈവ വൈവിധ്യത്തെ ശോഷിപ്പിക്കുന്ന ആവാസ വ്യവസ്ഥയെ തകർക്കുകയും നമ്മുടെ സാമ്പത്തിക ഭദ്രത എന്നുവേണ്ട സൂര്യജീവിതം തന്നെ അതിനെ വിനാശകരമായി ബാധിക്കുകയും ചെയ്യുന്ന സ്പീഷീസുകളാണ് അധിനിവേശ സ്പീഷീസുകൾ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ. ഞാനിവിടെ വന്നിട്ട് ചിത്രങ്ങൾ കാണിച്ചിട്ട്, ഒന്ന് ലന്റാനയാണ്, ഒന്ന് സിലാപ്പിയാണ്, വേറൊന്ന് കാൻഡിഡ സ്പീഷീസ് ആണ്. ഇതെല്ലാം അധിനിവേശ സ്പീഷീസുകളാണ് ഇന്ത്യയിൽ. അപ്പൊ മനുഷ്യൻ കാരണഭൂതനായ ഒരു ആഗോള പരിസ്ഥിതി പ്രശ്നമാണ് സ്പീഷീസുകളുടെ അധിനിവേശം. ഒരുപക്ഷെ നാം ഇന്ന് നേരിടുന്ന ഗുരുതരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് അധിനിവേശ സ്പീഷീസുകൾ. ഇത് നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു രീതിയാണ്. ഒരു പ്രാവശ്യം നമ്മൾ അധിനിവേശ സ്പീഷീസുകൾ ഒരു എക്കോസിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് പഴയ രീതിയിലേക്ക് ആക്കാൻ ഒരിക്കലും സാധ്യമല്ല, പ്രയാസമാണ് അത്. അതിന് വലിയൊരു എഫേർട്ട് ആവശ്യമുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം അതിന് കാരണമായ 5 പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഒന്ന് ഈ അധിനിവേശ സ്പീഷീസുകളാണ്. മനുഷ്യനും പ്രകൃതിയും ഈ പ്രശ്നത്തിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ IPBES പഠനം പ്രകാരം
ലോകത്തെ എല്ലാം കൂടി 37,000 അലിയൻ സ്പീഷീസ്, വിദേശ സ്പീഷീസുകളുണ്ട്. 200 സ്പീഷീസുകൾ എല്ലാ വർഷവും ഇതിന് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പ്രിവെൻഷൻ മെഷേഴ്സ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ. ഇതിൽ തന്നെ 3,500 സ്പീഷീസ് അധിനിവേശ സ്പീഷീസുകളാണ്. വിത്ത് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓൺ നേച്ചർ ആൻഡ് പീപ്പിൾ, വിനാശകരമായ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നത്. അതിൽ ഈ 3,500 എണ്ണത്തിൽ 1,061 എണ്ണം പ്ലാന്റ്സ് ആണ്. അതായത് അലിയൻ പ്ലാന്റ്സിന്റെ 6%. 1,852 എണ്ണം ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. 461 വെർട്ടിബ്രേറ്റ്സ് ആണ്. 141 എണ്ണം ഫംഗസ് ഇൻക്ലൂഡ് ചെയ്യുന്ന മൈക്രോബ്സ് ആണ്. അതായത് 11%. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ പ്രകൃതിയിൽ നമുക്ക് തിരിച്ചു എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഭൂമുഖത്തുള്ള 60% പരം സ്പീഷീസുകളുടെ നഷ്ടത്തിന് ഒരു കാരണം ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. 16% ഗ്ലോബൽ എക്സ്റ്റിങ്ഷന് കാരണം IAS മാത്രമാണ്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് IAS ഞാൻ ഇടയ്ക്ക് പറയും. ലോക്കൽ എക്സ്റ്റിങ്ഷൻ നോക്കുമ്പോൾ 1,215 എണ്ണം ഡോക്യുമെന്റഡ് ആണ്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് കൊണ്ടാണ് സ്പീഷീസുകൾ നശിച്ചുപോയി. എത്ര നശിച്ചുപോയി കൃത്യമായ കണക്കൊന്നുമില്ല. ഇത് നമ്മൾ ചെറിയ കണക്കൂട്ടൽ മാത്രമാണ്. ഈ ചില ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിന് ചില ഗുണഗണങ്ങളൊക്കെ ഉണ്ടെങ്കിലും 85% എണ്ണത്തിനും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട്സ് മാത്രമേ ഉള്ളൂ. മനുഷ്യന് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി എഫക്ട് ചെയ്യുന്നുണ്ട്. ഭക്ഷണ ലഭ്യതയെ, വെള്ളത്തിന്റെ ലഭ്യതയെ, നല്ല വെള്ളം കിട്ടായ്മ, മനുഷ്യൻ അസുഖങ്ങൾ പലതും ഉണ്ടാക്കുന്നുണ്ട് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഇവിടെ തന്നെ ഞാനൊരു കൊതുകിനെ കാണിച്ചിട്ടുണ്ട്. 80% അറിയപ്പെടുന്ന ഇമ്പാക്ട്സും നെഗറ്റീവാണ്, പ്രത്യേകിച്ച് ഫുഡ് സപ്ലൈ എഫക്ട് ചെയ്യുന്നത്. 2019 കണക്ക് പ്രകാരം ബയോളജിക്കൽ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് $423 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. വേറൊരു കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2050 ആകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിന്റെ നമ്പർ 2005 36% ഹയർ ആയിരിക്കും. കൂടിക്കൊണ്ടേയിരിക്കുക. കാരണം വെച്ചാൽ നമ്മുടെ പ്രിവെൻഷൻ മെഷേഴ്സ്, നമ്മുടെ ബോർഡേഴ്സ് ഒക്കെ വളരെ പോറസ് ആണ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിൽ ബോർഡേഴ്സിൽ നിന്ന് കൃത്യമായ വേണ്ട രീതിയിലുള്ള ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഇല്ലാത്തത് കൊണ്ട് സ്പീഷീസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മറ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ അവിടെയൊക്കെ വേണ്ട സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും. അപ്പൊ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ നമ്മുടെ ആവാസ വ്യവസ്ഥയെ ആക്രമിക്കും, തദ്ദേശീയ സസ്യങ്ങളെ ചെറുത്ത് പെട്ടെന്ന് വ്യാപിക്കും, ന്യൂട്രിയൻസിൽ ആധിപത്യം സ്ഥാപിക്കും. നമ്മുടെ തദ്ദേശീയ സ്പീഷീസുകൾ വലിച്ചെടുക്കുന്നതിനേക്കാളും പെട്ടെന്നും കൂടുതലും വലിച്ചെടുക്കും. അങ്ങനെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ തകർക്കും. അവസാനം ഇതെല്ലാം കൂടി ഒരു മോണോകൾച്ചർ ആവും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വലിയ വാസ്റ്റ് സ്ട്രെച്ചസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പച്ചമാണ്. അതേപോലെ കൊങ്കിണി ചെടിയുടെ, നമ്മൾ നോക്കത്താ ദൂരത്തൊന്നും കൊങ്കിണി ചെടി ഇങ്ങനെ വരുന്നത്. പാർത്തീനെ നമുക്ക് അധികം കൂടുതലില്ല. പാർത്തീനം അധികം തമിഴ്നാട്ടിലൊക്കെയാണ് ഉള്ളത്. എന്നിരുന്നാലും പാർത്തീനെ പാലക്കാട് ഏരിയയിൽ കാണാം. അപ്പൊ ഒരു വലിയ മോണോകൾച്ചർ ഉണ്ടാക്കും. അതിൻ്റെ അടിയിൽ നമ്മുടെ തദ്ദേശീയ സ്പീഷീസുകൾ ഒന്നും വളരാൻ അനുവദിക്കുകയില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, ഞാൻ അധികം പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സസ്യം ഇൻവേസീവ് ആവാൻ അതിനുള്ള ചില മേന്മകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫിനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ചില രൂപവ്യതിയാനങ്ങൾ വരുത്തുന്നത്. അതെന്നുവെച്ചാൽ നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് പച്ചയല്ല, നമ്മുടെ മൈക്കേനിയ മൈക്രാന്തിയെ നമ്മൾ പീച്ചി ഡാമിൽ കാണുന്നതും നമ്മൾ മൂന്നാറിൽ പോകുന്നത് കാണുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അതിന്റെ ഇലക്കൊക്കെ ചെറിയ ചോർന്ന കളറുണ്ട്. അപ്പോൾ ഓരോ ഏരിയയ്ക്ക് അനുസൃതമായിട്ട് ചെറിയ ചെറിയ രൂപവ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. നല്ല വിത്ത് വിതരണ ശേഷിയുണ്ട്. ഒന്നുകിൽ വെള്ളം വഴിയാവാം, അല്ലെങ്കിൽ കാറ്റ് വഴിയാവാം, അല്ലെങ്കിൽ ജന്തുക്കളുടെ ശരീരം വഴിയാവാം. പിന്നെ ജിയോഗ്രാഫിക് റേഞ്ച് വളരെ വലുതാണ്, എവിടെയും വളരാൻ പറ്റും. വളരെ കൂടുതൽ കായിക പ്രജനന ശേഷി, ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ പോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ചെറിയൊരു കഷ്ണം വീണ് കഴിഞ്ഞാൽ, ഇപ്പൊ മൈക്കേനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു നോഡ് വീണാൽ പോലും അതിന് പുതിയൊരു സസ്യം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇവിടുത്തെ തദ്ദേശീയ സ്പീഷീസുകൾക്കാരും ഫയർ ടോളറൻസ് ഉണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ മണ്ണിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കാനും അത് ഏറ്റവും നന്നായി ഉപയോഗിക്കാനും അത് കൂടുതൽ വിത്ത് ഉൽപ്പാദിപ്പിക്കാനും ഒരുപാട് വിത്തുകൾ ഉണ്ടാകും. ഇതിന് കഴിയും. നമ്മുടെ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞാൽ തദ്ദേശീയ സസ്യങ്ങള് നമ്മൾ പിന്നെ മുളക്കണോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും പിന്നെ ഈ നമ്മുടെ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് മുളച്ചു വന്ന് ഇതിനെ സ്മോർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അലിലോപ്പതി ഉണ്ട്. ഇതിന്റെ വേരുകളും മറ്റ് സസ്യഭാഗങ്ങളും പുറപ്പെടുവിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ നമ്മുടെ സസ്യങ്ങളെ വളരെ അനുവദിക്കില്ല. അത് പലപ്പോഴും ഇത് നമ്മളെ ജന്തുക്കൾക്ക് പിന്നെ കഴിക്കാൻ പറ്റാത്ത നോൺ പാലറ്റബിൾ സ്പീഷീസ് ആയിരിക്കും. ലെൻഡാന പോലത്തെ സ്പീഷീസുകളും കമ്മ്യൂണിസ്റ്റ് വെച്ചൊന്നും ജന്തുക്കളെ കഴിക്കില്ല. ഇതെങ്ങനെ എത്തിച്ചേരുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് പലപ്പോഴും ചിലപ്പോൾ ഇൻഅഡ്വേർട്ടൻ്റ് ആണ്, അതായത് അശ്രദ്ധമായിട്ട് ആക്സിഡന്റൽ ആണ്. ഒന്നുകിൽ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ട്രാവൽ വഴി, കപ്പൽ വഴിയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിൽ നമുക്ക് ഈ ബെല്ലാസ്റ്റ് വാട്ടർ ഉണ്ട്, കപ്പലിന്റെ അടിയിൽ ശേഖരിക്കുന്ന വെള്ളം. അത് ഏത് തുറമുഖത്തു നിന്നാണോ പുറപ്പെടുന്നത് അവിടുന്ന് കുറച്ച് വെള്ളം ശേഖരിക്കുമ്പോൾ അവിടെ നിന്നുള്ള കടലിലെ ജീവികൾ മുഴുവൻ ബെല്ലാസ്റ്റ് വാട്ടറിലേക്ക് വരും. അതുപോലെ ഹൗൾ ഫൗളിംഗ് എന്ന് പറയും, കപ്പലിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ച് കുറേ ജീവികൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് തുറമുഖത്ത് വരുമ്പം ഈ ബെല്ലാസ്റ്റ് വാട്ടർ തുറന്നു വിടുമ്പോൾ എന്താ സംഭവിച്ചാൽ അവിടെ നിന്നുള്ള കുറേ സ്പീഷീസ് നമ്മളെ ഓഷ്യനിലേക്ക് വരും. അതേപോലെ ഈ കപ്പലിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഓഷ്യനിലേക്ക് വരും, അത് കഴുകി കളയുമ്പോൾ. അത് ഒരു വഴിയാണ്. മറ്റു പല വഴികളുണ്ട്. മറ്റൊന്ന് വിമാനം വഴി നമ്മൾ ചരക്ക് ഗതാഗതം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പോഴോ അതുവഴി വരും. ഇതിപ്പോ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ടൈനി ഡോട്ട്സ് ഒക്കെ ഇത് കുറച്ച് പഴയ ഫോട്ടോ ആണ്. ടൈനി ഡോട്ട്സ് ഒക്കെ വിമാനം പോകുന്നതാണ്. ഒരു 24 മണിക്കൂറിലുള്ള ഒരു പടമാണിത്. എത്ര വിമാനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നിങ്ങൾ നോക്കിയാട്ടെ. ഈ വിമാനങ്ങളൊക്കെ ഒരുപാട് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ ക്യാരി ചെയ്യുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ആൾക്കാരുടെ ബാഗിനുള്ളിൽ, അല്ലെങ്കിൽ ചരക്കിൽ, അല്ലെങ്കിൽ ആൾക്കാരുടെ ഡ്രസ്സിലൊക്കെയും ചിലപ്പോൾ എന്തെങ്കിലും സ്പോറോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇത് കൃത്യമായിട്ട് നമ്മൾ ഓരോ നമ്മുടെ എയർപോർട്ടിലായാലും സീപോർട്ടിലായാലും ക്വാറന്റൈൻ മെഷേഴ്സ് കർശനം അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. അതേപോലെ ഈ കപ്പൽ ഗതാഗതം ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നതും ഇത് കുറച്ച് പഴയ ഫോട്ടോ ആണ്. ഇതിലും ഇപ്പൊ ഈ കപ്പൽ ഗതാഗതത്തിന്റെ റൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ചരക്ക് കപ്പൽ അല്ലെ യാത്രാ കപ്പൽ, ചരക്ക് കപ്പലാണ് പ്രധാനമായിട്ടും. അതുവഴി ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ സാധനം നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരാം. ഇതുപോലെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഉണ്ട് കേട്ടോ, നമ്മളെ നാട്ടിലെ കുറേ സാധനങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അതേക്കുറിച്ച് പിന്നീട് പറയും. അപ്പൊ ഇങ്ങനെ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ട്രാവൽ നമ്മളെ ഗ്ലോബലൈസേഷനോട് കൂടിയിട്ട് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിന്റെ വരവ് കണ്ടമാനം കൂടി. നമുക്ക് തടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലൊന്നും ഇതിന് പ്രത്യേകിച്ച് യാതൊന്നും ഒരു നടപടിയും ചെയ്യുന്നില്ല എന്ന് കൃത്യമായി പറയേണ്ടി വരും. വേറൊരു കാര്യം ഒന്ന് ആക്സിഡന്റിലേക്ക് എത്തിപ്പെടുന്നത്, വേറൊന്ന് നമ്മൾ കരുതിക്കൂടി കൊണ്ടുവരുന്നതാണ് ചില സ്പീഷീസിന്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന അക്കേഷ്യ ഓർഗിലിഫോമിസ് ആണ്. അക്കേഷ്യ ഓർഗിലിഫോമിസ് നമുക്കിവിടെ വിറകിന് വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഓസ്ട്രേലിയ ഓർഗിലിഫോമിസ് കുറേ കാലം വരെ അത് ഇൻവേസീവ് ആയിരുന്നില്ല. പക്ഷെ ഈ അടുത്തത് ഇൻവേസീവ് സ്വഭാവം കാണിക്കുന്നുണ്ട്. പല സ്ഥലത്തും അത് പരസഹായം കൂടാതെ പടരുന്നുണ്ട്. നമുക്ക് ഒരുപാട് മറ്റു വിദേശ സ്പീഷീസുകളെ പറ്റി ഞാൻ പറഞ്ഞു. കശുമാവ്, യൂക്കാലിപ്റ്റസ് ഒരു ഇൻവേസീവ് സ്പീഷീസ് അല്ല കേട്ടോ. അതിനെ നട്ടുവളർത്താതെ വളരില്ല. കശുമാവ് അതേപോലെ, റബ്ബർ അതേപോലെ, അങ്ങനെ ഒരുപാടെണ്ണം. നെല്ല്, ബാർലി, വീറ്റ് ഇതൊന്നും നമ്മൾ നട്ടുവളർത്താതെ വളരില്ല. സ്വയം സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. നാശനഷ്ടങ്ങളുണ്ട്. മറ്റുള്ളത് വിദേശ സ്പീഷീസുകളാണെങ്കിലും അതൊന്നും ഇൻവേസീവ് അല്ല. നമ്മൾ പലപ്പോഴും ഈ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. ഫോറസ്ട്രി പർപ്പസിന് ഉദാഹരണം അക്കേഷ്യ ഓർഗിലിഫോംസ് ആണ്. അക്കേഷ്യ മിയാൻസി എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ബാറ്റിലുണ്ട്, മൂന്നാറിലൊക്കെ കാണുന്നത്. അതും അന്ന് വിറകാവശ്യത്തിന് വേണ്ടിയിട്ടും ടാനിൻ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് പക്ഷെ വളരെ കൂടുതലായി സ്പ്രെഡ് ചെയ്തു. പിന്നെ ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി കൊണ്ടുവന്ന സ്പീഷീസ് ഉണ്ട്. ഇപ്പൊ ലെൻഡാന പോലത്തെ സാധനങ്ങൾ ഓർണമെന്റൽ പർപ്പസിന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. ഇവിടെ ഡയറ്ററി നീഡ്സ്, പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഇതിന് ഗോൾഡൻ ആപ്പിൾ സ്നെയിൽ എന്നാ പറയാം. ഇത് ഏഷ്യ പസഫിക് മേഖലയിൽ പ്രോട്ടീൻ എൻറിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവസാനം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇത് മടുത്തു, അവർ ഉപേക്ഷിക്കാൻ തുടങ്ങി. ഇത് ഇപ്പോൾ നെൽവയലുകളിൽ വിയറ്റ്നാമിലും ബംഗ്ലാദേശിലും ഇപ്പൊ ഇന്ത്യയിലേക്കും വെസ്റ്റ് ബംഗാളിലൊക്കെ നെൽവയലുകൾ വലിയ പ്രശ്നമാണ്. ചെറിയ നെൽച്ചെടികളെ മുറിച്ചിട്ട് കളയും. വേറൊരെണ്ണം ഉണ്ട്, അതായത് ഒരു പർപ്പസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അത് ചിലപ്പോൾ അത് ബയോ കൺട്രോൾ ഓർഗാനിസംസ് ആണ്, ബയോ കൺട്രോളിന് വേണ്ടി. പക്ഷെ അത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പാത്ത് വേ ആണ്. ഏതൊക്കെയാണ് പാത്ത്, ഏതൊക്കെ വഴിയാണ് വരുന്നത്? നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ത്രൂ ഷിപ്സ് ആൻഡ് ഫ്ലൈറ്റ്സ്, എക്വയറൻ ട്രേഡ് ആവാം, ബാധികൾ കൺട്രോളിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ജൈവ നിയന്ത്രണത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചില സ്പീഷീസ് ആവാം.
അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫോക്കസുള്ള നഴ്സറി ട്രേഡിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, പ്രൈവറ്റ് ആൾക്കാർ നഴ്സറി പ്ലാന്റ്സ് യാതൊരു വ്യവസ്ഥയില്ലാതെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നഴ്സറി പോയി വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ മിക്കത് ഇൻവേസീവ് സ്പീഷീസ് ആണ്. അതിനൊന്നും ഒരു തടസ്സമില്ല. നമ്മളെപ്പോലത്തെ ഗവേഷകർ ഏതെങ്കിലും ഒരു പ്ലാന്റ്, ഏതെങ്കിലും ഒരു സീഡ് ഇറക്കുമതി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. നമുക്ക് ഒരു സമ്മതം കിട്ടില്ല. ഹോർട്ടിക്കൾച്ചർ പർപ്പസ് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടൂറിസം പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ അവരെ വാഹനത്തിലോ ടയറിലോ അല്ലെങ്കിൽ അവരുടെ ബൂട്ടിലൊക്കെ ഒരു ഓർഗാനിസംസിനെ കൊണ്ടുവരും. അവരെവിടുന്ന വരുന്നത് നമുക്കറിയാം. അങ്ങനെ പ്ലാന്റ്സ് ഒക്കെ അല്ലെങ്കിൽ വേറെ ഇപ്പം ഈവൻ നമ്മൾ ഒച്ചൊക്കെ അങ്ങനെ വ്യാപിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. അടുത്തത് ഇത് IASന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ചരക്ക് ഗതാഗതം കണ്ടമാനം കൂടിയിട്ടുണ്ട്. ആൾക്കാർ യാത്ര ഇപ്പൊ കണ്ടമാനം കൂടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഈ ബയോസെക്യൂരിറ്റി മെഷേഴ്സ്, നമ്മുടെ ജൈവ രക്ഷാ സംവിധാനമൊന്നും പ്രോപ്പർ അല്ല. ഇതിനനുസരിച്ചിട്ട് അത് പുതുക്കുകയോ അല്ലെ ഏതെങ്കിലും രീതിയിൽ അതിനെ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല. ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇതൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. നമ്മളിപ്പോഴും പഴയ ഒരു 1904 2003 മറ്റോ ഒരു പരിപാടി വെച്ചിട്ടാണ് നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്നത്. ഇതൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനോ പറ്റുമൊന്നുമില്ല. അപ്പൊ ഇന്റർനാഷണൽ ട്രേഡും ആൾക്കാരുടെ മൂവ്മെന്റും വർദ്ധിക്കുന്നിടത്തോളം കാലം നമ്മുടെ ബയോസെക്യൂരിറ്റിയുടെ നമ്മുടെ കഴിവ് സംവിധാനം ഇവിടെ ഇല്ലെങ്കിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 1 by 1 ആയിട്ട് നമ്മുടെ ബോർഡേഴ്സ് ഒക്കെ ഒരു പോറസ് ആയതുകൊണ്ട് എങ്ങനെയാണ് ഈ അധിനിവേശ സസ്യങ്ങളെ പറ്റി തന്നെ ഞാൻ പറയട്ടെ. പ്രധാനമായിട്ടും അതെങ്ങനെയാണ് ഹാംഫുൾ ആവുന്നത്? ഒന്ന്, അത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ അട്ടിമറിക്കുന്നുണ്ട്. സ്വാഭാവികമായ പ്രവർത്തനത്തെ അത് മാറ്റിമറിക്കുന്നുണ്ട്. ജലലഭ്യതയെ ബാധിക്കുന്നുണ്ട്. ഉത്പാദനം കുറക്കുന്നുണ്ട്. പോഷകചക്രം, ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നുള്ളതിന്റെ ഒരു ട്രാൻസ്ലേഷൻ, ഒരു വികലമായ ട്രാൻസ്ലേഷനാണ്, അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഇതിന് കൂടുതലായിട്ട് ഉത്പാദനത്തെ പോഷകചക്രം, ന്യൂട്രിയൻ സൈക്ലിങ്ങിനെ ബാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ആരോഗ്യം, ഞാൻ നേരത്തെ പറഞ്ഞു, പാർത്തീനിയം പോലുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ അലർജി ഉണ്ടാക്കുന്നുണ്ട്, രോഗം പരത്തുന്നുണ്ട്. പല ഇൻവേസീവ് ഏലിയൻ സ്പീഷീസും ഇപ്പം ഈ നമ്മുടെ പല വൈറസുകൾ ഉണ്ടല്ലോ നമുക്കിപ്പം വരുന്ന, ഈവൻ HIV പോലുള്ള വൈറസും ഒക്കെയും ഈ മലേറിയ ഉണ്ടാക്കുന്ന കൊതുകുകൾ, ഷിക്ക ഫീവർ ഉണ്ടാക്കുന്നത്, നൈൽ ഫീവർ ഉണ്ടാക്കുന്നത്, ഇപ്പൊ ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്നത്, ഇപ്പൊ ഇതൊക്കെ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഒറിജിനേറ്റ് ചെയ്ത സാധനങ്ങളല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരികയാണ്. പിന്നെ ചില കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ തദ്ദേശ ചെടികളുടെ നാശം, ഉണക്കിക്കളയും. ചിലത് ഈ ധൃതരാഷ്ട്ര പച്ച പോലെയുള്ള അധിനിവേശ സ്പീഷീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂക്കാലിപ്റ്റസ് അല്ലെ നമ്മുടെ തദ്ദേശീയ സ്പീഷീസുകൾ തന്നെ ഞെരുക്കി കളയും. ഇങ്ങനെ സ്മൂതർ ചെയ്യാൻ പറയും. ഒരു ആലിംഗനം, ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്ത് തന്നെ ഉണക്കിക്കളയും. പിന്നെ ജൈവ വൈവിധ്യത്തെ കണ്ടമാനം, ഞാൻ കൂടുതൽ പറയാം, ജൈവവൈവിധ്യത്തെ കണ്ടമാനം ബാധിക്കുന്നുണ്ട്. പിന്നെ പോപ്പുലേഷൻ ഡിക്ലൈൻ ഉണ്ടാകുന്നുണ്ട്. എക്കോസിസ്റ്റം പ്രോസസ്സ് ഇതിനെ ബാധിക്കുന്നതുകൊണ്ട്. പിന്നെ ഇത് മറ്റ് ആഗോള പ്രശ്നങ്ങൾ, ഭൂവിനിയോഗ മാറ്റം മുതലായവയുമായി പ്രതിപ്രവർത്തിച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഭൂവിനിയോഗം, കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാകുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങൾ വെച്ചാൽ കാലാവസ്ഥയോടെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ അക്ലമേറ്റൈസ് ചെയ്ത സ്പീഷീസുകൾ പിന്നെ ഈ ഒന്നുകിൽ ഇപ്പൊ ഈ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോവാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ മൈക്കേനിയയിൽ ഞാൻ ഒരുപാട് കാലം വർക്ക് ചെയ്തുകൊണ്ട്, മൈക്കേനിയ നമ്മുടെ നാട്ടിൽ കാണുന്ന, ഞാൻ മുമ്പ് ഒരു 10-20 വർഷം മുമ്പ് എൻ്റെ ഒരു സർവേയിൽ ഞാൻ നോക്കിയപ്പോൾ മൂന്നാറിൽ മൈക്കേനിയ എത്തിയിട്ടില്ല. മൈക്കേനിയ അത്രയും ഉയരങ്ങളിൽ അടിമാലി വരെ അല്ലെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് മാത്രമേ എത്തി. ഇപ്പോഴും മൂന്നാറിലൊക്കെ മൈക്കേനിയ ഉണ്ട്. അപ്പോൾ ഈ സ്പീഷീസുകൾ ഇങ്ങനെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരികയാണ്, അല്ലെ കൂടുതൽ അധിനിവേശ സ്വഭാവം കാണിക്കുകയാണ്. നേരത്തെ ഇല്ലാ സ്ഥലങ്ങളെ വ്യാപിക്കുക ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തദ്ദേശീയ സസ്യങ്ങളുടെ ഇവയെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുത്തുകയാണ് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്, ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ്. അത് കൂടുതൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മിക്കവാറും എല്ലാ ആവാസ വ്യവസ്ഥകളും ബാധിക്കുന്നുണ്ട്. വനങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, പിന്നെ തോട്ടങ്ങളുണ്ട്,
പുൽപ്പരപ്പുകൾ, കടലിൽ ഒരുപാട് എണ്ണമുണ്ട്, തടാകങ്ങൾ, പിന്നെ വന്യജീവികൾ. ഇപ്പം നമ്മൾ ഇപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം, ഇപ്പം വന്യജീവി സംഘർഷം ഞാൻ പറയാം, മനുഷ്യൻ സംഘർഷമൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനത്തെ സംഘർഷങ്ങളിൽ പോലും നമ്മൾ ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിന്റെ ഒരു വലിയ പങ്കുണ്ട്. കാരണം പല വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലും ലന്റാന മാത്രം വളരുമ്പോൾ ഇവിടെ ആനക്ക് കഴിക്കാനുള്ള സസ്യങ്ങളൊന്നും ലഭ്യമാവാത്തതുകൊണ്ട് അത് പുറത്ത് കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അപ്പൊ ആനയെ പിന്തുടർന്ന് മറ്റുള്ള കാർണിവോർസായ അല്ലെ മാനിനെ പിന്തുടർന്നിട്ട് അങ്ങനെ വരുന്നു. അത് ഒരു പ്രധാന റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുക. അത് മാത്രമാണ് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അതൊരു മെയിൻ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു വരവ്, എത്തിച്ചേരൽ, എസ്റ്റാബ്ലിഷ്മെന്റ്? ആദ്യം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടാണ്, യാത്ര. അത് വിത്തായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഫലമായിട്ടോ സ്പോറായിട്ടോ പ്ലാന്റ് ഏതും ഭാഗമായിട്ടോ എഗ്ഗായിട്ടോ പല രീതിയിലും ഷിപ്പ് വഴിയോ വിമാനം വഴിയോ അല്ലെ പാക്കിംഗ് മെറ്റീരിയൽ ശരിക്കും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വഴിയോ, പിന്നെ മറ്റ് പല സാധനങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ മെഷീൻസ് പോലും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പലതും വരാം, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഈ പിന്നെ പാക്കേജ് ഒക്കെ വെറുതെ വലിച്ചു ദൂരെ എറിയ ചെയ്യുന്നത്, നമ്മളൊന്നും നോക്കുന്നില്ല. അപ്പൊ അതുവഴിയൊക്കെ നമുക്ക് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് വരാം. പിന്നെ ഇത് എത്തിച്ചേരൽ പലപ്പോഴും നമ്മളെ പോർട്സ് ഓഫ് എൻട്രി, നമ്മുടെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് ഇതിനെ തടുക്കാൻ പറ്റും. നിരീക്ഷണങ്ങളാണ് കാര്യമായ. അതേപോലെ തന്നെ ബയോസെക്യൂരിറ്റി മെഷേഴ്സ്, ഇത് നമ്മളെ കാര്യമായിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മളെ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് അത്ര ഡെവലപ്ഡ് അല്ല, അത്ര ആധുനികമല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കൂടുതൽ നമുക്ക് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് വരുമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മളിത് കൃത്യമായ ഒരു കാവല്, സർവൈലൻസ് നടത്തിയിരുന്നുവെങ്കിൽ നമുക്ക് വരുന്ന ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും അതിനെ പെട്ടെന്ന് ഉന്മൂലനം ചെയ്യാനും പറ്റിയേനെ. നമ്മളിതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇറാഡിക്കേഷൻ ഇല്ല, ഏർലി ഡിറ്റക്ഷൻ ഇല്ല, റാപ്പിഡ് റെസ്പോൺസ് തന്നെ പറയുകയും വേണം. ഈ പരിപാടികളൊന്നുമില്ല. കാരണം നമ്മുടെ ബയോസെക്യൂരിറ്റി മെഷേഴ്സ്, ജൈവ സുരക്ഷാ സംവിധാനങ്ങൾ വലിയ പാളിച്ചയുള്ളതാണ്. അതെല്ലാം ഇനിയും നന്നാക്കി എടുക്കേണ്ട ഒരു ആവശ്യം. ഇപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റ് അത്ര എളുപ്പമൊന്നുമല്ല. ഒരു അന്യ സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ അതിന് കുറച്ച് പൊരുത്തേണ്ടി വരും. അപ്പൊ അതിന് ഒരു ഫിസിയോളജിക്കൽ ടോളറൻസ് ഉണ്ട്, അതിന്റെ പൊതുവെയുള്ള ഒരു ടോളറൻസ് ലെവലുണ്ട്. അതിന്റെ എല്ലാത്തിനും വിത്തുകൾ വളരെ ചെറുതാണ്, പെട്ടെന്ന് വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടമാനം സീഡ്സ് ഉണ്ടാക്കും. ഒരു മൈക്കീനെയൊക്കെ ഒരു 10 ചെറിയ ചെടിയൊക്കെ ഒരു 10-40,000 സീഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ വിഗറസ് വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ, സെക്ഷൽ പ്രോപ്പഗേഷനേക്കാളും അതിനേക്കാൾ വിത്തുകളെക്കാളും കൂടുതലായിട്ട് വിഗറസ് ആയിട്ട് ഇതിന്റെ ചെറിയ തണ്ടുകളൊക്കെയാണ് ഈ പ്രോപ്പഗേഷനിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ജന്മദേശം എവിടെയാണോ അവിടെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന അതിന്റെ നാച്ചുറൽ എനിമീസ് ഒന്നും ഇവിടത്തേക്ക് ഇതിന്റെ കൂടെ വരുന്നില്ല. വിത്ത് വരുമ്പം അതിന്റെ കൂടെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രാണികളോ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ സുഖസുന്ദരമായിട്ട് നമ്മുടെ പുതിയ കാലാവസ്ഥയിൽ വളരാൻ പറ്റും. പുതിയ ആവാസ വ്യവസ്ഥയിൽ നല്ല തഴച്ച് വളരാൻ പറ്റും. കാരണം നാച്ചുറൽ എനിമീസ് ഇല്ല. അപ്പൊ ഇതെല്ലാം ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടുന്ന് വ്യാപിക്കില്ല. അങ്ങനെ വ്യാപിക്കുന്നത് എന്താ വെച്ചാൽ പ്രധാന കാരണം ഇതിന് ഒന്നാമത് ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ വളരെ ദൂരെയൊക്കെ വിത്ത് എത്തും. കാറ്റ് വഴി പോവാം, വെള്ളം വഴി പോവാം, ആനിമൽ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെയോ അല്ല സ്കിന്ന് വഴിയോ ഡ്രസ്സ് വഴിയോ പോവാം, അല്ലെങ്കിൽ പിന്നെ ടയർ വഴി. അപ്പോൾ അങ്ങനെ ദൂര സ്ഥലങ്ങൾക്ക് എത്തി. അതേപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ കോമ്പറ്റീവ് റിസോഴ്സ് ക്യാപ്ചർ ആ ഒരു കേപ്പബിലിറ്റി നമ്മളെ തദ്ദേശീയ സസ്യങ്ങളെക്കാളും കൂടുതലായിട്ട് പെട്ടെന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ, അത് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ അതിനെ പറ്റും. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നേറ്റീവ് സ്പീഷീസ് ഉണ്ട്, എലിയൻ സ്പീഷീസ് ഉണ്ട്, പിന്നെ ഉള്ളത് ഇൻവേസീവ് ഏലിയൻ. അപ്പൊ എലിയൻ സ്പീഷീസിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആവുക. എല്ലാ വിദേശ സ്പീഷീസുകളും ഇൻവേസീവ് അല്ല. ഇതിനിടയ്ക്ക് ഒരു പിന്നെ കുറച്ച് സസ്യങ്ങളുണ്ട്, അതായത് നാച്ചുറലൈസ്ഡ് സ്പീഷീസ് എന്ന് പറയും. ഉദാഹരണം, ശരിക്കും വിദേശിയാണ്, അതിന് ഇൻവേസീവ് ആവാൻ കഴിയും, പക്ഷെ ഒരുപാട് കാലമായി ഇവിടെ എത്തിച്ചേർന്നിട്ട് അതുകൊണ്ട് അത് ഒരു നാച്ചുറലൈസ്ഡ് കഴിയും. അത് ഇവിടുത്തെ ഒരു സസ്യമാതിരിയായി. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടാവാടിയാണ്.
തൊട്ടാവാടി ഒരിക്കലും നമ്മൾ നാട്ടുകാരനല്ല നമ്മൾ പറയില്ല. സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. കാലക്രമേണ അത് ഏതാണ്ട് ഇവിടുത്തെ സസ്യമാതിരിയായി. അതേപോലെ നമ്മൾ തകര ഇപ്പം അധികം കാണുന്നില്ല. തകരയൊക്കെ സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഒരു കാലത്ത് നമ്മൾ ഇലക്കറിയായിട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അന്നിപ്പം അധികം കാണുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു നാച്ചുറലൈസ് സ്പീഷീസ് ആണ്. അങ്ങനെ ഒരു വിഭാഗം ഇതിൻ്റെ ഇടക്കുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം ഈ ഇന്ത്യയിലെ പ്രധാന അതിന് എല്ലാം ഞാൻ പറയുന്നില്ല, ഒരു 250 ഉണ്ട്. ഇതിലിപ്പോ നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാരണം അതിനുള്ള സമയം നമുക്കുള്ളൂ. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച, നിങ്ങൾക്ക് അറിയാമല്ലോ, വലതുവശത്ത് കാണുന്നത്. പിന്നെ മൈക്കേനിയ മൈക്രാന്ത എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്ന ഒരു, കേരളത്തിൽ മാത്രമല്ല ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ 41 സർവേ ചെയ്തതിൽ 40 മൈക്കേനിയ ഉണ്ട്. ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സാധനമാണ് മൈക്കേനിയ മൈക്രാന്ത, അതായത് ധൃതരാഷ്ട്ര പച്ച. അതിനിങ്ങനെ ഈ ആലിംഗനം ചെയ്ത് കൊല്ലാനേ കഴിവുള്ളൂ. പിന്നെ മൈമോസ ഡിപ്ലോട്രി, ആനത്തൊട്ടാവാടി എന്ന് പറയും. ആനത്തൊട്ടാവാടി നമ്മുടെ തൊട്ടാവാടിയുടെ ഒരു ഏട്ടനായിട്ട് വരും. ഇതിന് ഭയങ്കര വലിയ ബുഷാണ്. ഇതിൽ ഈ കാസിരംഗ നാഷണൽ പാർക്കിൽ ഇതിനെ കൊണ്ട് വലിയ ഉപദ്രവം എന്താണെന്ന് വെച്ചാൽ ഈ എൻഡേഞ്ചേർഡ് ആയുള്ള 1 ഹോൺ റൈനോസറസ് ഇല്ലേ, ഒറ്റ കൊമ്പൻ കണ്ടാമൃഗം, അതിന് മൂവ് ചെയ്യാൻ പറ്റാതെ വാട്ടർ സോഴ്സിലേക്ക് പോകാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നം. ഒരുപാട് അങ്ങനെ കണ്ടാമൃഗങ്ങൾ ചത്തൊടുങ്ങി പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൺട്രോൾ മെഷർ എന്ന് പറഞ്ഞാൽ എനിക്ക് വെട്ടൽ മാത്രമേ പറ്റൂ കേൾക്കാൻ. അങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് കൊങ്കിണി ദന്റാന എന്ന് പറയുന്ന കൊങ്കിണി ആണ് ഇന്ത്യയിൽ ഒട്ടുക്കും വ്യാപിച്ചിരിക്കുന്നത് മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട്. പിന്നെ ഇവിടെ അക്കേഷ്യ മിയാൻസി എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു, നീലഗിരീസിലും മൂന്നാറിലൊക്കെ കാണുന്ന ബ്ലാക്ക് മാറ്റിൽ എന്ന് പറഞ്ഞു. പിന്നെ വലതുവശം മേലെ കാണുന്നത് പാർത്തീനിയം എന്ന് പറഞ്ഞ സാധനം. പാർത്തീനിയം വളരെ വ്യാപകമല്ല കേരളത്തിൽ, പക്ഷെ പാർത്തീനിയം ഒരു പ്രധാനപ്പെട്ട ഇൻവേസീവ് സ്പീഷീസ് ആണ് ഇന്ത്യയിൽ. അതിന് തൊട്ട് താഴെ കാണുന്നത് സ്പാഗ്നറ്റിക്കോള ട്രൈലോബേറ്റ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഡേസി എന്ന് പറയും. ഈ അടുത്തായിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അത് വന്നിട്ട്, പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ റോഡ് സൈഡിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ട്. വനങ്ങളിലേക്കൊന്നും കയറുന്നില്ലെങ്കിൽ പല ഇൻവേസീവ് പ്ലാന്റ്സിന്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ലൈറ്റ് വേണം വളരാൻ വേണ്ടി. തണലായി കഴിഞ്ഞാൽ അതിന് വളരാനാവില്ല. അതുകൊണ്ടാണ് ഇടതൂർന്ന് വളരുന്ന സ്വാഭാവിക ഇനങ്ങളിലൊന്നും നമുക്ക് ഇൻവേസീവ് സ്പീഷീസിനെ കാണാൻ പറ്റില്ല. എവിടെയാണോ വനം ശോഷിച്ചിരിക്കുന്നത്, മേൽച്ചാർത്ത്, വനത്തിന്റെ മേൽച്ചാർത്ത് എവിടെയാണോ തിന്നായിരിക്കുന്നത്, അവിടെയൊക്കെ കയറി ഇൻവേസീവ് സ്പീഷീസ് വളരും. അപ്പൊ ഇത് നിങ്ങൾക്ക് കേട്ട് കാണാം, പക്കത്തിൽ വായിച്ചാണ്. ഇത് സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയും. ഇപ്പൊ വയനാട്ടിൽ വലിയ പ്രശ്നമാണ് സെന്ന സ്പെക്ടാബിലിസ്. അപ്പൊ ഇതും സൗത്ത് അമേരിക്കനാണ്. ഇതൊരു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വളർത്തിപ്പോയതാണ്. ഇതിനെ മനഃപൂർവ്വം കൊണ്ടൊന്നൊന്നുമല്ല, കണിക്കുന്നയാണെന്ന് വിചാരിച്ച് വളർത്തിപ്പോയതാണ്. നോക്കുമ്പോൾ അത് സെന്നയാണ്. സെന്നയെ നശിപ്പിക്കൽ എളുപ്പമല്ല, കാരണം അത് കോപ്പിസ് ഗ്രോത്ത് ഉണ്ടാവും. വെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് വളരും. പിന്നെ കണ്ടമാനം സീഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് KFRI ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിൽ നിന്ന് തൊലി ഉരിയുന്ന ഒരു സമ്പ്രദായം അങ്ങനെയാകുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്നുള്ള രീതിയിൽ. അത് കൂടുതലായിട്ട് അങ്ങനെ പ്രാവർത്തിയാക്കി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾ കണ്ടു കാണാം. ഇത് മ്യൂക്കുണ പ്രാക്ടിയേറ്റ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഏഷ്യൻ സ്പീഷീസ് ആണ്. ഇത് റബ്ബർ തോട്ടങ്ങളിൽ വലിയ പ്രശ്നമാണ്. തോട്ടപ്പയർ എന്ന് പറയും. റബ്ബർ തോട്ടങ്ങളിൽ പിന്നെ ഒരു ലെഗ്യൂം ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്പീഷീസ് ആയിട്ട് വളർത്തുകയാണ്. പക്ഷെ അത് ഭയങ്കര വ്യാപിച്ചു. ഇപ്പോഴും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മരങ്ങളിലേക്ക് മേലേക്ക് കയറും. ഞങ്ങളുടെ ഒരു യൂക്കാലിപ്റ്റസ് തോട്ടത്തിൽ കുറേ യൂക്കാലിപ്റ്റസ് മരങ്ങളായി ഇത് സ്മോദർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് അജിറാറ്റൻ കോണിസോയിഡ്സ് എന്ന് പറയുന്നത് അധികം ഈ ഹൈ റേഞ്ചസിൽ കാണുന്ന ഒരു സ്പീഷീസ് ആണ്. ഈ ലുസീന ലുക്കോസോഫല നമ്മൾ ഇപ്പിൽ എന്ന് പറയും. അതും കേരളത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി കന്നുകാലി തീറ്റയായിട്ടും ഒക്കെ വന്നതാണ്. പക്ഷെ അത് ഡൽഹിയിൽ നിങ്ങൾ പോയാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലുസീനയാണ്. അത് നമ്മുടെ സ്വാഭാവിക വനമൊന്നും അല്ല കേട്ടോ, അധിനിവേശ സ്പീഷീസ് ആണത്. ഇത് നിങ്ങൾക്കറിയാം, ജർമ്മൻ പായൽ എന്ന് പറയും, ഐക്കോർണിയ ക്രാസിക്കസ്. നമുക്ക് വേറെ സാൽവീനിയ ഉണ്ടായിരുന്നു മുമ്പേ. സാൽവീനിയ പക്ഷെ വളരെ സമർത്ഥമായിട്ട് നമ്മൾ ബയോ കൺട്രോൾ, ജൈവ നിയന്ത്രണ മാർഗം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, ഈ വാട്ടർ ലിറ്റ്യൂസ് പിസ്റ്റിയ സ്റ്റാറ്റ്യൂസ്, ഇതും വളരെ കൂടുതലായിട്ട് വ്യാപിക്കുന്നുണ്ട്. ഇത് ഇപ്പുറത്ത് കാണുന്ന ഇത് ഒരു വാട്ടർ എക്വാട്ടിക് പ്ലാന്റ് അല്ല. ഇത് ഈ അടുത്ത് വളരെ അടുത്ത സമയത്ത് ഇൻവേസീവ് ആയിട്ട് വന്ന ഒരു സാധനമാണ് പുള്ളിച്ചെടി, ഹൈപ്പോയസ്റ്റസ് സാങ്കിനോലന്റ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അടുത്ത് അതുകൊണ്ട് മാത്രം അവിടെ കാണിച്ചിരിക്കുന്നത്. വേറെ ഒരുപാട് എക്വാട്ടിക് സ്പീഷീസ് ഉണ്ട്, എല്ലാം ഒന്നും കാണിച്ചിട്ട്. ഇത് ക്ലൈഡീമിയ ഹിർട്ട. ഇത് നമുക്കറിയില്ല, ആവണക്ക് ആഗോളതലത്തിൽ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ആവണക്ക്. നമ്മളെ ഇന്ത്യയിൽ കാണുന്ന
പല ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സും ആഗോള തലത്തിൽ തന്നെ ഇൻവേസീവ് ആണ്. ഒരു 6-7 ഉണ്ട്. അതൊന്ന് ലുസീനിയാണ്, ഒന്ന് ആവണക്കാണ്, ഒന്ന് ക്രോമലീനയാണ്. പിന്നെ റുബീനിയ സ്യൂഡോ അക്കേഷ്യ എന്ന് പറയുന്ന സാധനം നമുക്ക് കാശ്മീരിൽ കാണുന്നതാണ്. അത് ഇവിടെ ഇല്ല. അതും ലോകവ്യാപകമായിട്ട് ഉള്ളൊരു സ്പീഷീസ് ആണ്. പിന്നെ ഉള്ളത് എയ്ലാന്തസ് അൾട്ടിസിമ എന്ന് പറഞ്ഞ സാധനമാണ്. അതും നമുക്ക് ഹൈ റേഞ്ചസിൽ അല്ല, കാശ്മീർ ഏരിയയിൽ കാണുന്നതാണ്. അതും ഒരു ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ഒരു. അപ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട്, ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന 6 ഏഴ് സ്പീഷീസ് ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പ്രശ്നത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഒരു ഏതാണ്ട് ധാരണയുണ്ടാവും. ഇത് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. നമ്മൾ കേരളത്തിൽ നിന്ന് പാലക്കാട് ഗ്യാപ്പ് വഴി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ കോയമ്പത്തൂർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. കോയമ്പത്തൂർ നമ്മൾ വിചാരിക്കും അത് ഭയങ്കര അവിടെ വലിയ വെജിറ്റേറ്റീവ് ഗ്രോ അല്ലെങ്കിൽ ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. പക്ഷെ ഇത് മുഴുവൻ പ്രോസോപ്പിസ് ജൂലിഫ്ലോറയാണ്. അടുക്കാൻ പറ്റില്ല, മുള്ളാണ്. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും കുറേ ഫാമേഴ്സ് ഇതിനെ ഒന്നുകിൽ ഇതിനെ ചാർക്കോളായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫയർവുഡിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ആരും ഇത് കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കില്ല. വട്ടവട എന്ന സ്ഥലത്ത് ഞങ്ങൾ കേരളത്തിൽ പെട്ട് തന്നെ അവിടെ ഈ പച്ചക്കറി കൃഷി ഉപേക്ഷിച്ചിട്ട് അവിടെ പ്രോസോപ്പിസ് വളരാൻ അനുവദിക്കുന്ന കർഷകരുണ്ട്. അപ്പൊ അതൊരു സോഷ്യോ എക്കണോമിക് സിറ്റുവേഷനാണ് പലപ്പോഴും. ഇതാണ് നമ്മൾ അതിന് മുമ്പത്തെ. ഇത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് മൊത്തം അവിടെ മറ്റൊന്നുമില്ല, ഈ പ്രോസോപ്പിസ് മാത്രം. ആന്ധ്രയിലും ഇങ്ങനെ തന്നെയാണ്. അതിന് തമിഴ്നാട്ടിലെ മൈക്കേനിയും ക്രോമലീനിയും ഒന്നുമില്ല. അവിടുത്തെ കാലാവസ്ഥ അതിന് യോജിച്ചതല്ല. അതുകൊണ്ട് ദേ ആർ സേഫ്. ഇത് ചില ഇൻവേസീവ് ഇൻസെക്ട്സിനെ, ഞാൻ ഇതിന്റെ ഒരു എക്സ്പെർട്ട് ഒന്നുമല്ല, കീർത്തിയാണ് അതിന്റെ എക്സ്പെർട്ട്. അപ്പൊ ഇത് ഒന്ന് നമ്മുടെ പപ്പയ മീലി ബഗാണ്, കസാവക്കൊരു മീലി ബഗഡ്. ഇത് ഇൻവേസീവ് സ്പീഷീസ് ആണ്. അതിൽ ഏഷ്യൻ ആംബ്രോസിയ ബീറ്റ്. ഏഷ്യ ആണെങ്കിൽ ഇത് ഇന്ത്യൻ ഒറിജിനൽ അല്ല. ഇത് ഒരുപാട് മരങ്ങളെ ആക്രമിക്കും. ഈ എറിത്രേന ഗാൾവാസ്പ് എന്ന് പറയുന്നത് മുരുക്ക് മരങ്ങളിൽ അതിലെ ചില്ലകളൊക്കെ ആക്രമിച്ചിട്ട് കീഴ്പ്പെടുത്തുന്ന ഒരു വാസ്പാണ്. ലെപ്റ്റോസൈബ ഇൻവാസ എന്ന് പറയുന്നത് യൂക്കാലിപ്റ്റസിന്റെ സീഡ്ലിങ്സിനെ ആക്രമിച്ച് അങ്ങനെ അതിനെ നശിപ്പിക്കുന്ന ഒരു വാസ്പാണ്. ഇനി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ജയന്റ് ആഫ്രിക്കൻ സ്നേൽ. നമ്മളെ വേൾഡ് അതോറിറ്റി അവിടെ നിങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ട്, കീർത്തി. അവരാണ് ഏറ്റവും കൂടുതൽ ജയന്റ് ആഫ്രിക്കൻ സ്നേഹിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെ കൺട്രോൾ ചെയ്യാന്നൊക്കെ കീർത്തിയോട് ചോദിച്ചു. മറ്റേ ഞാൻ നേരത്തെ കാണിച്ചതാണ്, അതായത് ഗോൾഡൻ ആപ്പിൾ സ്നേൽ. അതിന്റെ മുട്ടയാണ് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത്. അത് കണ്ടില്ലേ, നമ്മളെ നെൽച്ചെടികൾ ഇങ്ങനെ അതിലിങ്ങനെ പെരുകിയിട്ട് അതിനെ പതുക്കെ ഒരു ബ്ലേഡ് വെച്ച് മുറിച്ചിടുന്ന മാതിരി മുറിച്ചു. ഇത് ഞാൻ ഓർത്തത് ഒരു 5-6 വർഷം മുമ്പേ ഇത് വിയറ്റ്നാമിലും ബംഗ്ലാദേശിലും ലാവോസിലും മ്യാൻമറിലുണ്ട്. ഇത് വെസ്റ്റ് ബംഗാളിൽ വന്നു കഴിഞ്ഞു. അത് വരില്ല എന്നുള്ള ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നോ സ്കോപ്പ്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് നമുക്ക് അങ്ങനെ തടുക്കാൻ പറ്റുമെന്ന്. ഇത് കുറച്ച് 16 ആക്ച്വലി ഇൻവേസീവ് ഏലിയൻ ഫിഷസ് ഉണ്ട് ഇന്ത്യയിൽ. അതിൽ പ്രധാനപ്പെട്ടാണ് ആമസോണിയൻ സക്ക് കാറ്റ്ഫിഷ്, പിന്നെ കോമൺ കാർപ്പ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വ്യാപിച്ചിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. ആഫ്രിക്കൻ മുഷി എന്നൊക്കെ എല്ലാവർക്കും പറയുന്നത്. ഇത് നമ്മളെല്ലാവരും വളരെ സ്വാദോട് കഴിക്കുന്ന തിലാപ്പിയ, അതും ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. ചാലക്കുടി പുഴയിൽ ഇങ്ങനെയുള്ള അധിനിവേശ സ്പീഷീസുകളെ കൊണ്ട് ഒരുപാട് നമ്മുടെ തദ്ദേശീയ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു പഠനം തന്നെയുണ്ട്. പിന്നെ ഈ നമ്മൾ ചെറിയ ഗപ്പി എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ ഇൻവേസീവ് ആണ്. ഇത് മാത്രമല്ല, 10-16 ഉണ്ട് വേറെ. ഇത് ഫ്രഷ് വാട്ടേഴ്സിൽ മാത്രം കാണുന്നതാണ് കേട്ടോ. പിന്നെ ഈ നമുക്ക് ത്രെറ്റ് ആയിട്ടുള്ളത് നമ്മൾ 2-3 നമ്മളിങ്ങനെ വി ആർ കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്ലോസ്ഡ്. വരല്ലേ 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 എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ ഈ ബ്രോണ്ടിസ്പ എന്ന് പറഞ്ഞ കോക്കനട്ട് ലീഫ് ബീറ്റിൽ, ഇതിപ്പം പ്രധാനമായിട്ടും മാലഡീവ്സിലുണ്ട്. ഞങ്ങൾ മാലഡീവ്സിൽ സർവേ നടത്തിയപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട ഏറ്റവും വലിയ പ്രശ്നം ഈ കോക്കനട്ട് ലീഫ് ബീറ്റിന്റെയാണ്. ഇതിപ്പോ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഈ ബീറ്റില് ഈ തെങ്ങിന്റെ ഇളം ഇല, ഏറ്റവും ടോപ്പ് ഇല, അതിന്റെ നീര് കുടിച്ച് നശിപ്പിക്കും. ക്രമേണ തെങ്ങ് ഉണങ്ങിപ്പോകും.
അപ്പൊ ഇത് കോക്കനട്ടിൽ മാത്രം റോയൽ പാം, അലക്സാണ്ടർ പാം, അരക്കനട്ട് പാമിലും ഇത് വരാം. ഇത് ഇന്ത്യയിലേക്ക് വരല്ലേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മാൽഡീവ്സ് എന്നുള്ള പാക്കേജിംഗ് ഒന്നും ഒരിക്കലും അത് ഫുൾ പ്രൂഫ് അല്ല, അതോ ട്രീറ്റ് ചെയ്ത സാധനങ്ങളൊന്നും അല്ല. ചിലപ്പോൾ തെങ്ങിന്റെ ഇലയിലൊക്കെ പാക്ക് ചെയ്ത സാധനങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നെടുമ്പാശ്ശേരി എയർപോർട്ട് അടുത്ത് കുറച്ച് സെന്റിനൽ പ്ലാന്റ്സ്, മരങ്ങൾ തെങ്ങ് നടുക, എന്നിട്ട് അവിടെ വരുന്നുണ്ടോ ആദ്യം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഇതൊരു സാധ്യമായിട്ടില്ല, പക്ഷെ ഇതൊരു എപ്പോഴും നമുക്കൊരു ത്രെറ്റാണ്, എന്ന് വേണമെങ്കിൽ വരാം. ഇതാണ് അതിന്റെ ഒരു കാരണം. ആ നീരൂറ്റി കുടിക്കുമ്പോൾ തെങ്ങിന്റെ മേലത്തെ ഇലകൾ ഉണങ്ങിപ്പോകുന്ന കണ്ടില്ല. ഇത് വേറൊരു ത്രെറ്റാണ്. പക്സീനിയ സിഡി എന്നൊരു ഫംഗസ് ആണ്. ഇത് മിർട്ടേസിയിലെ എല്ലാ പ്ലാന്റിനെയും ഇത് ബാധിക്കും, പ്രധാനമായിട്ട് യൂക്കാലിപ്റ്റസ്. ഇത് ആദ്യം ഉണ്ടായത് പൊട്ടി പുറപ്പെട്ടത് പിന്നെ സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലാണ് ഇത് വലിയ പ്രശ്നമായിട്ട് കണ്ടത് ആദ്യം. ഇതൊരു ഇലപ്പുള്ളി ഉണ്ടാക്കിയിട്ട് ഇത് യൂക്കാലിപ്റ്റസ് മരങ്ങളായാലും ചെറിയ ചെറിയ ഉണക്കിക്കളയും. ഇത് അമേരിക്ക അല്ലെ ഓസ്ട്രേലിയയിലേക്ക് വരില്ലേ എന്ന് വെച്ചാൽ അവർ ഒരുപാട് ക്വാറന്റൈനിലേക്ക് അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. പക്ഷെ വായുമാർഗം എത്തിപ്പെട്ടു. എത്ര ദൂരെയാണെന്ന് ആലോചിച്ചു നിങ്ങൾ. സൗത്ത് അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ ഇത് എത്തിപ്പെട്ടു. ഇതിപ്പം ഇന്തോനേഷ്യയിലുണ്ട്, ചൈനയിലുണ്ട്, ജപ്പാനിലുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യൂക്കാലിപ്റ്റസ് നമ്മളിപ്പോൾ നടുന്നില്ല, പക്ഷെ ഉപേക്ഷിച്ചു. അതിന് പ്രത്യേകിച്ച് അതിന് കാരണങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനൊന്നും ഉണ്ടാവില്ല എന്തുകൊണ്ട് യൂക്കാലിപ്റ്റസ് ഉപേക്ഷിച്ചു എന്നുള്ളത്. അത് വേറെ സംഭവമാണ്, അത് പിന്നെ എനിക്ക് പറയും. ഇത് മിർട്ടേഷ്യസ് പ്ലാന്റ്സിൽ നമ്മൾ ഒരുപാട് മിർട്ടേഷ്യസ് പ്ലാന്റ്സ് നമുക്കുണ്ട്. അതിനൊക്കെ ഇത് അഫക്ട് ചെയ്ത് ചിലപ്പം അതിനൊക്കെ കുന്നുകളെ. അടുത്തത് നെക്സ്റ്റ്, ഇത് മൈക്കോണിയ കാൽവസൻസ് എന്ന് പറഞ്ഞ ഒരു മരമാണ്. ഇത് ട്രോപ്പിക്കൽ അമേരിക്ക എന്നതാണ്. ഇത് ഓർണമെന്റൽ ട്രീ ആണ്. ഇതിന്റെ ഇല എന്ന് പറഞ്ഞാൽ ഇത് ഈ വലിപ്പമൊന്നുമല്ല, ഒരു കുട്ടിയെ കിടക്കും, വളരെ വലിയ ഇല. അതിന്റെ പറയിൽ പർപ്പിൾ കളറുണ്ട്. ഓർണമെന്റൽ പേർപ്പസിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതിപ്പം ശ്രീലങ്കയിലെ നാച്ചുറൽ ഫോറസ്റ്റിലേക്ക്, എവർഗ്രീൻ ഫോറസ്റ്റിലേക്ക് ഇത് കയറിയിട്ട്. ഇത് ഓസ്ട്രേലിയയിലുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കാടുകളുടെ കാര്യം ഒന്നും പറയാതിരിക്കും പേര്. അത്രയും വിനാശകാരിയായ ഒരു സാധനം. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇതാണ് നമ്മൾ ഈ മൂന്നെണ്ണമാണ് ഇപ്പൊ നമ്മൾ ഇപ്പം വേറെ ഒരുപാടെണ്ണം ഉണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധയപ്പെട്ട ഒരു മൂന്നെണ്ണം ഇതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല, ഞങ്ങൾ IPBS ഞങ്ങൾ ഇത്രയും പേര് ഒരു 89 സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല 89 രാജ്യങ്ങളിൽ 49 സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം കൂടി ഒരു 4 വർഷം മെനക്കെട്ട് പഠിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് വളരെ വലിയ റിപ്പോർട്ട്, ഒരു 5 കിലോ തൂക്കമുള്ള റിപ്പോർട്ടിന്. അത് ഞങ്ങൾ ഈ പോളിസിയായിട്ട് അതിന് ഒരു സംക്ഷിപ്ത രൂപമുണ്ട്. ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സഫിഷ്യന്റ് റിസോഴ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ കയ്യിൽ വേണ്ടത്ര കാശോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമുക്കില്ലാത്തത്. അതുണ്ടെങ്കിൽ, അതേമാതിരി നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് നമ്മളിത് എങ്ങനെയെങ്കിലും ഇത് കൺട്രോൾ ചെയ്തേ മതിയാവൂ എന്ന് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, പിന്നെ നല്ലൊരു ഭരണ സംവിധാനം വേണം. ഇപ്പോഴും ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ചെയ്യും, കുറേ കാര്യങ്ങൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. ഇത് രണ്ടും തമ്മിൽ യാതൊരു കോർഡിനേഷനും ഇല്ല. ഇപ്പോഴും കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആരും കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെ പറയണം, ആരോട് പറയണം, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? കേരളത്തിലെ ആൾക്കാർ KFRA അപ്രോച്ച് ചെയ്യാം. പക്ഷെ ഇങ്ങനെയല്ല മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പോൾ എളുപ്പമല്ല, പക്ഷെ നമുക്ക് സാധ്യമാണ്. 3 മാനേജ്മെന്റ് ഓപ്ഷനാണ് നമ്മൾ പറയുന്നത്. ഒരു സ്പീഷീസ്, ഒരു പൊട്ടൻഷ്യൽ സ്പീഷീസ് ആബ്സെന്റ് നമ്മുടെ വന്നിട്ടില്ല, പക്ഷെ വരാനിരിക്കുന്നുണ്ട്. വേലിപ്പുറത്താണ്. അത് ഇങ്ങോട്ട് എപ്പോൾ വേലിപ്പുറത്തെ കാക്കയാണ്, ഇങ്ങോട്ട് എപ്പോഴാണ് ഇങ്ങോട്ട് ചാടും. അപ്പൊ അതിന് ഏറ്റവും നല്ലത് പ്രിവെൻഷനാണ്. ജൈവസുരക്ഷാ മാർഗം, ക്വാറന്റൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സർവൈലൻസ്, നമ്മളെ കൃത്യമായിട്ട് നമ്മൾ കണ്ണോടുകൂടി നമ്മളിങ്ങനെ ഇത് വരുന്നുണ്ടോ, ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കി നിന്ന് ഇതിനെ പ്രിവെന്റ് ചെയ്യാം. ഈ പ്രിവെൻഷൻ എന്ന് പറയുന്നത് 3 സ്ഥലങ്ങളുണ്ട്: പ്രീ ബോർഡർ, ബോർഡർ ആൻഡ് പോസ്റ്റ് ബോർഡർ. ബോർഡറിലായാലും പോസ്റ്റ് ബോർഡർ ആയി കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അത് ഈ ഡൽഹിയിലെ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അവരെ വളരെ കാര്യക്ഷമമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ക്വാറന്റൈൻ കുറച്ചുകൂടെ കാര്യക്ഷമമാണ് ഇന്ത്യയിൽ, മറ്റ് എവിടെയുമല്ല. ഞാൻ ഈ ഏഷ്യ പസഫിക് മേഖലയിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അവർ ഞാൻ പറയാം. അവിടെയൊന്നും ഇത് ഒരിക്കലും, മാൽഡീവ്സിലൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അവിടെയൊന്നും ഈ ക്വാറന്റൈനൊന്നും അത്ര കാര്യക്ഷമമല്ല. അപ്പൊ അത് ഇന്ത്യയിൽ നമുക്ക് കുറച്ച് കാര്യക്ഷമമാണ്. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയിലേക്ക് വീണ്ടും കാര്യങ്ങൾ, അവരെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ വരുന്നു. പിന്നെ ഇത് എസ്റ്റാബ്ലിഷ്, നമ്മൾ എത്തിപ്പെട്ടു,
ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്. അന്നേരം നമുക്ക് ഒരു സ്പീഷീസ് ലെവൽ കൺട്രോൾ ചെയ്യാം. ഒന്ന്, നമ്മൾ ഈ നേരത്തെ കൂടെ ഏത് സ്പീഷീസ് നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോഴും റിസ്ക് അനാലിസിസ്, ഇതിന് എന്തുമാത്രം റിസ്ക് ഉണ്ട് അങ്ങനെയുണ്ട്. പിന്നെ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്പീഷീസ് ഈ ഹൊറൈസൺ സ്കാനിങ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏർലി ഡിറ്റക്ഷൻ, പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മളെ ബോർഡറിൽ തന്നെ ഒതുക്കി തന്നെ കൊല്ലാം. ഇറാഡിക്കേഷൻ ഫിസിക്കൽ കെമിക്കൽ ഇറാഡിക്കേഷൻ ഉണ്ട്. ഇറാഡിക്കേഷൻ വളരെ കാര്യക്ഷമമാണ്. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഡിക്കേഷൻ ഈ പസഫിക് ഐലൻഡ്സിൽ വേർട്ടിബ്രേറ്റ്സ് ഇറാഡിക്കേഷൻ കാര്യക്ഷമമായി നടന്നിട്ടുണ്ട്. ഏതാണ്ട് 1000-ഓളം കേസുകളുണ്ട് ഐലൻഡ്സാണ് ഏറ്റവും എളുപ്പം ഇറാഡിക്കേഷൻ ഉന്മൂലനം ചെയ്യാം. ഏതെങ്കിലും ഒരു മാർഗം, പെസ്റ്റിസൈഡ് ആയിക്കോട്ടെ, ഫിസിക്കൽ മെഷേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഈ പസഫിക് കൺട്രീസിൽ കൺട്രോൾ ചെയ്തത് മുഴുവനും പൂച്ചയും എലിയും റാറ്റ്സും ഒക്കെയാണ്. ഇപ്പം ഓസ്ട്രേലിയയിൽ അവർ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്, മുയൽ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് വൈറസിനെ ഉപയോഗിച്ചിട്ടാണ്. അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഹോഴ്സസ് ഉണ്ട് അവിടെ, വൈൽഡ് ഹോഴ്സസ്, അതിനെ ഷൂട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവർ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതൊന്നും ഇന്ത്യയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ ഒരു സ്പീഷീസ് ഓൾറെഡി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു, വന്നു, പക്ഷെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. അതിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു അരുക്ക് നമുക്ക് ഒതുക്കാം. അതിന് പല മെത്തേഡ് ഉപയോഗിച്ചിട്ട് വ്യാപിക്കാതെ കണ്ട് നോക്കാം. എവിടെയാണോ ഉള്ളത് അതിനവിടെ ഒതുക്കുക. പിന്നെ കൺട്രോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ വികസ്വര രാജ്യങ്ങളൊക്കെ, ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട നിയന്ത്രണ മാർഗം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് ഓഫ് കൺട്രോളാണ്. അതേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റൊക്കെ നമുക്ക് അന്യമാണ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, കാരണം അതിനുള്ളൊരു വേദിയല്ല അതുള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയാം. ഫിസിക്കൽ മെത്തേഡ്സ്, നമ്മളിപ്പോൾ ഒരു ചെടി എടുത്തു കഴിഞ്ഞപ്പം നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ മൈക്കേനിയ ആണെങ്കിൽ തന്നെ കോമൺ നമ്മൾ വെട്ടുകത്തി കൊണ്ട് അതിന് അടിയിലേക്കൂടെ അങ്ങ് വെട്ടി കളയും. പക്ഷെ വീണ്ടും അത് മുളച്ചു വരും. 3 മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്യണം. കെമിക്കൽ കൺട്രോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ കെമിക്കൽ കൺട്രോൾ കർഷകർ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട് മൈക്കേനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വാഴയിലും പിന്നെ പൈനാപ്പിളിലും എല്ലാ സ്ഥലത്തും കെമിക്കൽ കൺട്രോൾ, ഹെർബിസൈഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ മീനുകളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ അധിനിവേശ സ്പീഷീസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെയാണ് വൈൽഡ് കൺട്രോൾ. ഏറ്റവും നല്ല മെത്തേഡാണത്. നമ്മൾ ക്ലാസിക്കൽ വൈൽഡ് കൺട്രോൾ പറയും, ജൈവ നിയന്ത്രണം. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സക്സസ്ഫുൾ ആയി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ സാൽബീനിയയുടെ കാര്യം, ആഫ്രിക്കൻ പായൽ, അത് സിറ്റോബക സാൽബീനി എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ പ്രാണിയെ ഉപയോഗിച്ചിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്തത്, ഒരു വീവിലിനെ ഉപയോഗിച്ചിട്ട്. അതുപോലെ പാർത്തീനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൈഗോഗ്രാമ ബൈക്കളറേറ്റ് ആണ് ഒരു സാധനം. നമ്മൾ പിന്നെ പപ്പയമീലി ബഗിനെയും പിന്നെ കസവമീലി ബഗിനെയും കൺട്രോൾ ചെയ്ത് പാരസൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ക്ലാസിക്കൽ ബയോളജി കൺട്രോള് ഇന്ത്യയിൽ, പക്ഷെ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം നേപ്പാളിലോ ഭൂട്ടാനോ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും ഈ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊന്നും ബയോളജിക്കൽ കൺട്രോൾ കാര്യമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു ഓഫ് ടാർഗറ്റ്. ഇതിപ്പം ഒരു ബയോളജിക്കൽ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗസിനെ കൊണ്ടുവന്നു, ഇത് വേറെ ഏതെങ്കിലും സ്പീഷീസിനെ ആക്രമിച്ചാലോ എന്നുള്ള പേടിയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഹോസ്പിസിറ്റി ടെസ്റ്റ് കഴിഞ്ഞ് അത് ആ ഒരു സ്പീഷീസിൽ മാത്രമേ അതിൽ പ്രശ്നം ഉണ്ടാക്കുള്ളൂ കണ്ടാലും മാത്രമേ നമ്മൾ ഇറക്കുമതി ചെയ്യൂ. മൈക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പക്സീനിയ സ്പെഗാസിനി എന്നുള്ള ഒരു ഫംഗസിനെ ട്രിനിഡാഡിൽ കൊണ്ടുവന്നു. അപ്പൊ അത് ഞങ്ങളിവിടെ അത് പ്രയോഗിച്ചു, പക്ഷെ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അത് പക്സീനിയ സ്പെഗാസിനിയുടെ കുഴപ്പമായിരുന്നില്ല. അത് ഉപയോഗിച്ച സമയം, അത് റിലീസ് ചെയ്ത സമയം, പിന്നെ അതിൻ്റെ ഒരു വേരിയന്റ്, നമുക്ക് വേണ്ട വേരിയന്റ് അല്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പക്സീനിയ സ്പെഗാസിനി എന്നുള്ള ഫംഗസ് ഇപ്പം ഏഷ്യ പസഫിക് മേഖലയിൽ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം ചൈനയിൽ, അതെ പപ്പുവ ന്യൂഗിനി, ഫിജി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയും വളരെ നന്നായിട്ട് മൈക്കീനിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും വീണ്ടും കൊണ്ടുവരണം എന്നുള്ള ഒരു ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഷീസ് ബേസ്ഡ് ഈ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ ക്ലോസ് വാട്ടർ സിസ്റ്റത്തിൽ മാത്രമേ പറ്റൂ. ഇതൊന്നും കടലിലെ അധിനിവേശ സ്പീഷീസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കടലിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വലിയ ഒരു ബോഡി മാസ് ഓഫ് വാട്ടറാണ്. അവിടെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയ എസ്റ്റുറീസിൽ മറ്റെന്തെങ്കിലും ചെയ്തു അല്ലാണ്ട്
കടലിൽ അധിനിവേശ സ്പീഡ് നശിപ്പിക്കുന്ന നമുക്ക് പ്രിവെൻഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ദിസ് ഓൺലി എഫക്റ്റീവ് മാനേജ്മെന്റ്. പിന്നെ ഇറാഡിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇറാഡിക്കേഷൻ പലപ്പോഴും സക്സസ്ഫുൾ ആണ് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നമുക്ക് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത്? പ്രധാന കാര്യം വെച്ചാൽ നമുക്ക് ഒരു പോളിസി ഇല്ല, ഒരു കർമ്മ പരിപാടിയില്ല. നമ്മളെ CBDക്കുള്ള റിപ്പോർട്ടിൽ നമ്മൾ പറയും നമ്മൾ ഈ അധിനിവേശ സ്പീഷീസ് അത് ചെയ്യും ഇത് ചെയ്യും, ഒരു ആക്ടിവിറ്റിയും ഇല്ല. ഈ അടുത്ത് കൽക്കത്തയിൽ നടന്നൊരു മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത്. നടക്കുമെന്നൊന്നും അറിയില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്ക്ലൂസീവ് പോളിസി ആൻഡ് ആക്ഷൻ പ്ലാൻ വേണമെന്ന്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ബയോസെക്യൂരിറ്റി റെഗുലേഷൻസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്, വളരെ പഴയതാണ്. ഇപ്പോഴുള്ള ഈ റെഗുലേഷൻസ് കൊണ്ടൊന്നും നമുക്ക് ഈ ഡെയിലി എന്നോണം വരുന്ന ഇൻവേസീവ് സ്പീഷീസ് തടുക്കാൻ പറ്റില്ല. പിന്നെ ഡൊമസ്റ്റിക് ക്വാറന്റൈൻ എന്ന് ഞാൻ പറയുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു ക്വാറന്റൈൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പം ഇന്ത്യയിൽ എവിടെ ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. കാരണം സ്റ്റേറ്റുകളുടെ അതിർത്തിയിൽ ക്വാറന്റൈൻ സംവിധാനം ഇല്ല, കടത്തി വിടുകയാണ്, ഒന്നും നോക്കുന്നില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇൻവേസീവ് ആയ സാധനത്തിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ നമുക്ക് കൃത്യമായ ഒരു ക്വാറന്റൈൻ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. പക്ഷെ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് മാത്രമല്ല, നമുക്ക് പല സ്ഥലത്തെ കൂടി കേരളത്തിലേക്ക് കടക്കാന്നുള്ള ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് ഒരുപാട് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ പോയത്, ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിൽ പോയത്. അപ്പം ഇന്ത്യയിൽ ഇപ്പം ഒരു 245 പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നേപ്പാളിൽ ഓൾറെഡി 30 ആയിക്കഴിഞ്ഞു, മിക്കതും ഇന്ത്യയിൽ നിന്ന് പോയത്. പിന്നെ ഏർലി ഡിറ്റക്ഷൻ സർവൈലൻസ് ഉള്ള സാധനം ഇല്ല, നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് ഇറാഡിക്കേഷനും ഇല്ല, കണ്ടെയ്ൻമെന്റും ഒന്നുമില്ല. പിന്നെ നമ്മുടെ സ്റ്റാഫൊന്നും ഇതിൽ തീരെ ട്രെയിൻഡ് അല്ല, ഇവർക്കെല്ലാം ട്രെയിനിങ് ആവശ്യമാണ്. മോഡേൺ ടൂൾസ് പലതും, പക്ഷെ അവരൊന്നും ട്രെയിൻഡ് അല്ല. അപ്പൊ പിന്നെ അവബോധം, കേരളത്തിൽ കുറച്ചുകൂടെ അവബോധമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നിങ്ങൾ ആലോചിച്ച്, ഒറീസ, ബീഹാർ ഇങ്ങനെ സ്ഥലങ്ങളിലൊന്നും എന്താണ് അധിനിവേശ സ്പീഷീസ്? നമ്മൾ ഇവിടുത്തെ ഫാമേഴ്സിന് പോലും ഒരു തീരെ അവർക്ക് പരിചയമില്ലാത്ത പ്ലാന്റ് കണ്ടു കഴിഞ്ഞ് അത് അധിനിവേശ സ്പീഷീസ് ആണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരാരെ അപ്രോച്ച് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടും നമ്മൾ ഒരു അവബോധം സൃഷ്ടിക്കേണ്ട ആവശ്യമാണ്. പോളിസി മേക്കേഴ്സിനെ കൂടെ മാത്രം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട് കാര്യം, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയും ലോക്കൽ കമ്മ്യൂണിറ്റി എല്ലാവരുടെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നമ്മൾ അവയർനെസ് കൊടുക്കാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ പ്രോആക്റ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നോളജ് ഗ്യാപ്സ്, നമുക്ക് അധിനിവേശ സസ്യങ്ങളെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. ഇൻസെക്ട്സിനെ ഒരു പരിധിവരെ അറിയാം, ബാക്കിയുള്ളതിനെ കുറിച്ച് യാതൊരു വിവരമില്ല. ഫംഗസിനെ കുറിച്ചോ മൈക്രോബ്സിനെ കുറിച്ചോ മറൈൻ ഓർഗാനിസംസിനെ കുറിച്ചോ നമ്മുടെ അറിവ് വളരെ വളരെ തുച്ഛമാണ്. അങ്ങനെ അറിവ് തുച്ഛമാകുമ്പോൾ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് കഷ്ടിനം കുറച്ച് കാര്യങ്ങൾ, പക്ഷെ അതും ഒരുപാട് വിവാദങ്ങളുണ്ട്. ചിലവര് എല്ലാം പറയും 140 എണ്ണം, ചിലർ 240 എണ്ണം ഇങ്ങനെ പറയുന്നുണ്ട് പലതും. പക്ഷെ അതൊന്നും കൃത്യമായ കണക്കുകളല്ല, നമുക്ക് കൃത്യമായ കണക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോഓപ്പറേഷനും കോർഡിനേഷനും ഒന്നുമില്ല, റീജിയണൽ കൊളാബറേഷനും ഇല്ല ബിറ്റ്വീൻ കൺട്രീസ് ഇൻ സൗത്ത് ഏഷ്യ. റിസോഴ്സസ്, കാശ് വേണം. നമുക്കിപ്പം സാധാരണഗതിയിൽ നമ്മൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒരു പ്രോജക്റ്റ് ആരെങ്കിലും തരും, ഒരു വിദേശ ഏജൻസി ആയിരിക്കും തരുന്നുണ്ടാവും ആ പ്രോജക്റ്റ്. അതുകൊണ്ട് ഒരു 3 കൊല്ലം വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് അത് അബാൻഡൻ ചെയ്തു. പിന്നെ അതിൽ വർക്കൊന്നുമില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ നമുക്ക് ഒരു കാശും തരുന്നില്ല. ഇതിന് കണ്ടിന്യൂഡ് ആയിട്ട് സർവൈലൻസ് വേണം, എന്നാലും മാത്രമേ നമുക്ക് ഇപ്പം ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ കൺട്രോൾ ചെയ്യാം. ഇപ്പം ലൻഡാന കൺട്രോളിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അവർ ചിലവാക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അല്ലെ പറിച്ചു കളി എന്തുവാണ്, അല്ലെ സോയിൽ സീഡ് ബാങ്ക് ഉണ്ടാവും, പെട്ടെന്ന് നമ്മൾ പിന്നെ അവിടെ വേറെ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രൊജക്ടിന്റെ കാലാവധി കഴിഞ്ഞാൽ അത് അബാൻഡൻ ചെയ്യും, വീണ്ടും എല്ലാവരും വന്നോളും. ഇതുണ്ടാവും. ബയോസെക്യൂരിറ്റി മെഡിസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എല്ലാ സ്റ്റേക്കും നമ്മൾ ഒരു മാനേജ്മെന്റ് ആക്ഷൻ, ഒരു കൺട്രോൾ ആക്ഷൻ എടുക്കും. എല്ലാവരും അതിൽ ഇൻവോൾവ് ചെയ്യണം. കർഷകരോട് പറയണം, ഫോറസ്റ്റേഴ്സ് ഇൻവോൾവ് ചെയ്യണം. എല്ലാവരും ഇൻവോൾവ് ചെയ്ത് അവരുടെ സഹകരണത്തോട് വേണം നമ്മുടെ എല്ലാ മാനേജ്മെന്റ് ആക്ഷൻ. എന്നാലും മാത്രമേ അതിന് വിജയം ഉണ്ടാവും, എന്നാലും മാത്രമേ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സമറൈസ് ചെയ്യാണ്. പ്രിവെൻഷൻ വരാതിരിക്കാൻ നോക്കുകയാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതിന് ജൈവ സുരക്ഷാ മാർഗങ്ങൾ നമ്മൾ വളരെ സ്കൂപ്ലെസ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. പ്രിവെൻഷൻ നടക്കുന്നില്ലെങ്കിൽ ഇറാഡിക്കേഷൻ.
ഫോർ കണ്ടെയ്ൻമെന്റ്. ഒരു പ്രാവശ്യം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലോ കെമിക്കലോ ബയോളജിക്കലോ ആയിട്ട് ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിക്കാം. സാധാരണ അതിൽ നമ്മൾ ഫിസിക്കലും കെമിക്കൽ മെത്തേഡ് ബയോളജിക്കൽ മെത്തേഡും ഒരുപോലെ ഏറ്റവും നല്ല മെത്തേഡ്. പിന്നെ വൈഡ് സ്പ്രെഡ് ആയി ഇരിക്കുന്ന സ്പീഷീസുകളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ നമ്മൾ അഡാപ്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയും. കാരണം ഏതെങ്കിലും ഒരു മാർഗം അല്ലെങ്കിൽ 2-3 മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ പ്ലാന്റ്സിനെ മുഴുവൻ നമ്മൾ പറിച്ചു മാറ്റി ഉന്മൂലനം ചെയ്തിട്ട് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അവിടെ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഏതെങ്കിലും നമ്മുടെ ഫാസ്റ്റ് ഗ്രോയിങ് നേറ്റീവ് സ്പീഷീസ് നട്ടുപിടിപ്പിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള സ്പീഷീസ് നേറ്റീവ് സ്പീഷീസ് വളരാൻ വേണ്ടി നമുക്ക് അനുവദിക്കാം. പക്ഷെ അതിനൊക്കെ ഫ്രീക്വന്റ് മോണിറ്ററിങ് ആവശ്യമാണ്. അത് വീണ്ടും അധിനിവേശ സ്പീഷീസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം. എന്നാലും മാത്രമേ ഇത് വിജയപ്പെടാം. നമ്മൾ വിചാരിക്കും പിന്നെ ഇത് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ അധിനിവേശ സ്പീഷീസുകൾ വരുന്നു. പക്ഷെ ഇന്ത്യൻ അധിനിവേശ സ്പീഷീസ് വൈൽഡ് ജിഞ്ചർ എന്ന് പറയും, ഹിമാലയത്തിലുള്ള ഒരു ചെടിയാണ്, ഇടുക്കിയും ഗാർഡനേർ. ഇത് യൂറോപ്പിൽ ഭയങ്കര പ്രശ്നമാണ്, വ്യാപിച്ചിട്ടുണ്ട്. കാനഡയിൽ, സ്കോട്ട്ലൻഡിൽ, പിന്നെ ഇംഗ്ലണ്ടിലൊക്കെ വലിയ പ്രശ്നമാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗസിനെ ഹിമാലയത്തിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. വിജയപ്രതാപം അറിയില്ല. നെക്സ്റ്റ്, ഇതും ഇംപേഷ്യൻസ് ഗ്ലാൻഡിലിഫർ പറയും. ഇതും വേറൊരു അധിനിവേശ പ്രശ്നം, ഇന്ത്യൻ ഒറിജിനാണ്. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാം. മോസ്റ്റ് വെൽക്കം. ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സർ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? യെസ്, പ്ലീസ് ഡു. സർ, നമ്മളിപ്പം ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ ഒരു ക്വാറന്റൈൻ സ്പീഷീസ് ആയിട്ട് നമ്മുടെ ക്വാറന്റൈൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതിന് എന്തൊക്കെയാ പ്രൊസീജിയേഴ്സ്? അതിങ്ങനെ ഇപ്പൊ നമ്മുടെ ആഫ്രിക്കൻ വെച്ച് തന്നെയാണെങ്കിലും അതിനൊരു ക്വാറന്റൈൻ സ്പീഷീസ് ആയിട്ട് ഇതുവരെ ഇന്ത്യയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, NBPGR നോട്ടാണ് പറയേണ്ടത്. അവരാണ് ക്വാറന്റൈൻ സ്പീഷീസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷെ ആഫ്രിക്കൻ വെച്ച് ഓൾറെഡി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അതിനെ ക്വാറന്റൈൻ സ്പീഷീസ് ആക്കുന്നില്ല അർത്ഥമില്ല. ഇനി വരാനിരിക്കുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ ക്വാറന്റൈൻ സ്പീഷീസ് ആക്കുക. പോലത്തെ സ്പീഷീസുകൾ. അതെ. ഇപ്പൊ നമ്മള് കുറെയൊക്കെ നമ്മുടെ ആ ഒരു പുതിയൊരു പിന്നെ എന്താണ് പേര് പറഞ്ഞത്, ഇതിനെയൊക്കെ ഇവിടെ നമ്മൾ ക്വാറന്റൈൻ NBPGR പ്രാക്ടീസ് ക്വാറന്റൈൻ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. പല സ്പീഷീസുകളും അധിനിവേശ സ്പീഷീസുകൾ വരാതിരിക്കാൻ അവർ നോക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാറന്റൈൻ സ്പീഷീസെ പെടുത്തിയിട്ട് കാര്യമില്ല. വരാതിരിക്കാനാണ് വേണ്ടത് പൊട്ടൻഷ്യൽ സ്പീഷീസ്. ഓക്കെ. കാരണം പിന്നെയും ഒരു മൾട്ടിപ്പിൾ ഇൻവേഷൻസ് ഉള്ള രീതിയിലാണ്. ഇതൊരു കീർത്തി പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ഇപ്പൊ നമ്മളെ ഇവിടെ ഉള്ളതല്ല വേറൊരു സാധനം, വേറൊരു ഇതിന്റെ ഒരു വെറൈറ്റി, അങ്ങനെയാണ് നിങ്ങൾ NBPGR എഴുതാം. NBPGR അവരാണ് അത് ചെയ്യുക. NBPGR ഞാൻ അതിന്റെ അഡ്രസ് ഒക്കെ തരാം. അവർക്ക് എഴുതി കഴിഞ്ഞാൽ അവരതിനെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ആകെ 2 ഞാൻ പറഞ്ഞുള്ളൂ. നേറ്റീവ് ടു ഇന്ത്യ നേരത്തെ കാണിച്ച വൈൽഡ് ജിഞ്ചറും പിന്നെ വേറൊരെണ്ണം കൂടെ കാണിച്ചല്ലോ. ഇത് രണ്ടുമാണ്. ഇത് രണ്ടല്ല കേട്ടോ, വേറെ ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ ഒരു കഥ പറയാം. ഇന്ത്യൻ മംഗൂസിനെ കൊണ്ടുപോയി, കീരിയെ കൊണ്ടുപോയി. എന്തിനാ? പസഫിക് ഐലൻഡ്സിലെ പാമ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അത് അവിടെ വലിയ ഇൻവേസീവ് സ്പീഷീസ് ആയി. അവസാനം അവിടെയുള്ള എല്ലാത്തിനെയും കീരികളെ കൊന്നെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പൊ നമ്മളെ സ്പീഷീസിനെ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, റിസ്ക് അനാലിസിസ് നടത്തണം. ഇത് ഇനി അവിടെ പോയിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. അതേപോലെ ഗ്വാം എന്ന സ്ഥലത്ത് ഒരു പാമ്പ് വന്നു വിട്ടു യൂസ് ചെയ്യുന്ന. അപ്പൊ അത് അവിടെ പിന്നെ വളരെ വ്യാപകമായിട്ട് കിളികളെയും മുട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പ്രശ്നം, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. ഇതിന്റെ ലിസ്റ്റ് ചിത്രങ്ങൾ യാതൊരു പ്രയാസമില്ല കേട്ടോ. നിങ്ങൾ ആവശ്യപ്പെട്ട ഒന്നുകിൽ KFREയോ അല്ലെങ്കിൽ ഞാൻ തന്നെ അയച്ചു തരും. ഇത് ഒരു പുസ്തകമുണ്ട്, എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രസിദ്ധീകരിച്ചാണ് ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം ഒന്ന് കാണണം. പിന്നെ ചിത്രങ്ങൾ നെറ്റിലൊക്കെ ലഭ്യമാണ് എല്ലാത്തിൻ്റെയും. ഞാൻ ഇവിടെ പറഞ്ഞ സ്പീഷീസിന് മിക്കവാറും ചിത്രങ്ങൾ ഇതിലെ ഉൾപ്പെടുത്തിയ മിക്കവാറും ചിത്രങ്ങൾ ഞങ്ങൾ തന്നെ എടുത്തതാണ്. അപ്പോ പിന്നെ ചിത്രങ്ങൾ കിട്ടും, പ്രയാസമില്ല. സാർ, ഒരിക്കലും ഡൗട്ട് ഉണ്ട്. ഇൻവാസീവ് വേഴ്സസ് നാറ്റീവ് നമുക്കത് എത്ര കണ്ട്? കാരണം ഒന്ന് വന്നാൽ അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പീഷിയായി മാറിയല്ലേ.
അങ്ങനെയില്ല. അല്ലെ, അപ്പൊ നമുക്ക് ഈ പറയുന്നതിലുള്ള ഒരു സാങ്കേതികമായി നമുക്ക് പറയാമെങ്കിലും ഗ്ലോബലി അത് എത്ര ഉണ്ട്. ശരി, സാർ പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ തൊട്ടാവാടി നമ്മുടേതായി മാറിയതുപോലെ. അപ്പം അതൊന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു സ്പീഷീസ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അത് നമ്മുടെ തദ്ദേശീയ സസ്യങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. മറ്റു ഒരുപാട് നാശനഷ്ടങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കളഞ്ഞേ മതിയോ. അത് അധിനിവേശ സ്പീഷീസ് തന്നെയാണ്. അപ്പൊ അത് കൊണ്ടുണ്ടാകുന്ന ലാഭം അതുകൊണ്ടാകുന്ന നഷ്ടത്തെക്കാളും വളരെ ചെറിയതാണ്. വളരെ വളരെ 90% നഷ്ടമാണെങ്കിൽ മാത്രമാണ് 10% ലാഭം. അപ്പൊ നമുക്ക് അതിനെ ഒരിക്കലും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായില്ലേ? അത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ കളയണമെന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് ഒരു അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ കഴിയും അല്ലെ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? തീർച്ചയായും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല ഈ പ്രോസോപ്പിസിന്റെ കാര്യം കാണുന്നത്. അത് കർഷകർക്ക് വളരെ ഉപയോഗപ്രദമാണ്. പക്ഷെ അത് വലിയ പ്രശ്നങ്ങൾ, കാരണം വേറെ ഒരു നേറ്റീവ് സ്പീഷീസ് വളരാൻ അനുവദിക്കില്ല. സ്പീഷീസിന്റെ കണ്ടമാനം കുറക്കുകയാണ് ചെയ്യുന്നത്. പ്രോസോപ്പിനെ സംരക്ഷിക്കുകയോ അതോ നമ്മുടെ നാടൻ സസ്യങ്ങൾ സംരക്ഷിക്കും? ഇതാണ് ചോദ്യം. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ റബ്ബറൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൃഷി ചെയ്തതാണല്ലോ. അപ്പൊ അതിനൊക്കെ ഈ അധിനിവേശ സസ്യം എന്നുള്ളതിൽ പെടുത്തുമോ? ഇല്ല, കാരണം റബ്ബറിന് ഒരിക്കലും സ്വയമേ വ്യാപിക്കാനാവില്ല. അതിനെ നമ്മൾ നട്ടു വളർത്തി സംരക്ഷിക്കുന്നേ വേണ്ടി വരും. യൂക്കാലിപ്റ്റസും അധിനിവേശ സ്പീഷീസ് അല്ല. അങ്ങനെയുള്ള കുറെ സ്പീഷീസുകളുണ്ട്. കാരണം അതെല്ലാം വിദേശ സ്പീഷീസുകളാണെങ്കിൽ തന്നെയും നമ്മൾ നട്ടു വളർത്താതെ സംരക്ഷിക്കാതെ, പപ്പയ അല്ലെങ്കിൽ ഗ്വാവ ഇതൊന്നും നമ്മൾ നട്ടു വളർത്താതെ അതിനെ സംരക്ഷിക്കാതെ അത് വളരില്ല, നശിച്ചു പോയുള്ളൂ. അതൊന്നും അധിനിവേശ സ്വഭാവമുള്ളതല്ല. സ്വയം വ്യാപനശേഷിയുള്ളതും മറ്റ് മറ്റ് സസ്യജന്തുജാലങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതുമായ സ്പീഷീസുകൾ മാത്രമാണ് അധിനിവേശ സ്പീഷീസ്. അതല്ലാതെ നമുക്ക് വെറുതെ വിടാം. സർ, സജിത്ത് എന്ന് പറഞ്ഞ ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ പൈലിനെ നശിപ്പിക്കാൻ ആ പ്രാണിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ എന്താണ് തടസ്സം? എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആഫ്രിക്കൻ പായൽ ഒരുവിധം നശിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പോഴെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിറ്റോബാക്കസ് ആൽബീനെ നമുക്ക് ഇറക്കുമതി ചെയ്യാവുന്നത് തന്നെയുള്ളൂ. അതേപോലെ നമ്മൾ ഈ ജർമ്മൻ പായൽ എന്ന് പറഞ്ഞില്ലേ, കുളവാട, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയോക്കിറ്റിന എന്ന് പറഞ്ഞ 2 എണ്ണത്തിന് അതിന്റെ സ്പീഷീസിനെ ഇറക്കുമതി ചെയ്തെങ്കിൽ അത് അത്ര ഫലപ്രദമായിട്ടില്ല. അത് വളരെ ചെറിയ നാശം ഉണ്ടാക്കുന്നുള്ളൂ. ആഫ്രിക്കൻ പായൽ കംപ്ലീറ്റ് ഇത് 1960കളിൽ ഈ പരിപാടി തുടങ്ങിയതാണ്. 80 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നശിപ്പിച്ചു. ആഫ്രിക്കൻ പായൽ ഇനിയും വളരെ മരുന്നിന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സിറ്റോബാക്കസ് ആൽബീനെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ ബയോ കൺട്രോളിന് വർക്ക് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരുണ്ട്. അവരാണ് ഇപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിലൊക്കെ സഹായങ്ങൾ ചെയ്തു തരും. പക്ഷെ നമുക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് ഇതെല്ലാം നമ്മൾ സയന്റിസ്റ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് മാത്രമേ അതിനുള്ള ഒരു അധികാരമുള്ളൂ, ഒരു ബയോ കൺട്രോൾ ഏജന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൗമ്യ. സർ, നമ്മള് ഈ ഐക്കോർണിയയുടെ പിന്നെ കൾച്ചറൽ ആയിട്ട് പല സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പേപ്പേഴ്സ് ഉണ്ടാക്കാനും അങ്ങനത്തെ രീതിക്ക് അത് യൂസ് ചെയ്യുന്നതായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ നോക്കാലോ. അത് ഒരു മാർഗമാണ്. ഇപ്പൊ നമ്മള് ഐക്കോർണിയ മാത്രമല്ല സൗമ്യ, നമ്മളിപ്പോ ലൻഡാനയെ നമ്മൾ ഫേർണിച്ചർ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അതിന്റെ ഒരു വലിയ ബഹളം കൂട്ടിയിട്ടുണ്ടായി. പക്ഷെ ഇത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഈ നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ അലക്ഷ്യമായിട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്പ്രെഡിനെ വഴിവെക്കുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അതിനെ മണ്ണിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ അതിനെ കത്തിച്ച് കളി ചെയ്തിട്ടില്ലെങ്കിൽ സ്പ്രെഡിന് സഹായിക്കും. ഇതൊരു ഒരു 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 വഴിയായിട്ട് ആൾക്കാർ പറയാറുണ്ട്. ലൻഡാനയുടെ കാര്യം ഇപ്പൊ അങ്ങനെ ആരും പറയുന്നില്ല. കാരണം അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഫേർണിച്ചർ ഒന്നും അധികം ലാസ്റ്റ് ചെയ്യുന്നില്ല. ബോർഡർ ഇൻസെക്ട് നശിച്ചു പോവാ. പിന്നെ അങ്ങനെ ലൻഡാനയെ നമ്മൾ ആ രീതിയിൽ കളക്ട് ചെയ്യുന്നത് കൊണ്ട് കുറെ കൂടുതൽ ഏരിയയിലേക്ക് ലൻഡാന സ്പ്രെഡ് ചെയ്യും. അതിന്റെ സീഡ്സ് ഒക്കെ സ്പ്രെഡ് ആവുകയാണ്. എല്ലായ്പ്പോഴും അധിനിവേശ സ്പീഷീസുകളുടെ കാര്യം ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ പലപ്പോഴും ഈ സോയിൽ സീഡ് ബാങ്ക് ഒരു വലിയ പ്രശ്നമാണ്. വിത്തുകൾ വീണ് കിടക്കുന്നുണ്ടാവും നമ്മളെ കാണാതെ. ആ വിത്തുകൾ ഒരുപാട് കാലം ഇങ്ങനെ ലൈവായിട്ടിരിക്കും. ആ വിത്തുകളെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ, അതായത് നമ്മൾ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ആണ്. നമ്മൾ ഒരു സ്ഥലത്ത് ഇൻവേസീവ് സ്പീഷീസ്, ഇൻവേസീവ് പ്ലാന്റ് നശിപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മളെ ഏതെങ്കിലും ഒരു നാടൻ സസ്യം പെട്ടെന്ന് വളരുന്ന പുല്ലായാലും മതി വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് വളരാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ടോമി പറഞ്ഞ ഈ ഒരു കാര്യം ശരിയാണ്. ഐക്കോറിയ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ അന്നേരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതിൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ വെറുതെ നമ്മൾ
എവിടെയെങ്കിലും ഉപേക്ഷിച്ച് ശരിയാവില്ല, അത് വീണ്ടും സ്പ്രെഡ് ചെയ്യും. സർ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന്റെ ഒരു സ്പ്രെഡിനെ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്? അതെ, അപ്പൊ നമ്മള് കൂടുതൽ ആൾക്കാർ ഒരു ഇൻകം സോഴ്സ് എന്നുള്ള രീതിക്ക് നോക്കി കഴിയുമ്പോൾ കൂടുതൽ ഇതിനെ അവര് ഇതിനെ നശിപ്പിക്കാണ്ട് പ്രിസർവ് ചെയ്യില്ലേ? ഇൻകം സോഴ്സിന് ആയിക്കോട്ടെ, പക്ഷെ അവരോട് പറയേണ്ട, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സാധനം മുറിച്ചെടുത്തിട്ട് ബാക്കിയുള്ള സാധനം അവർ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്പ്രെഡ് ചെയ്യും. അതല്ല, ബാക്കിയുള്ള സാധനം അവർ കൃത്യമായി ഡിസ്പോസ് ഓഫ് ചെയ്യുകയാണെങ്കിൽ സ്പ്രെഡിങ് ഉണ്ടാവില്ല. അതൊരിക്കലും ആൾക്കാർ ചെയ്യില്ല സൗമ്യ. നോബഡി വുഡ് ഡു ദാറ്റ്. അവർക്ക് ആവശ്യമുള്ള മുറിച്ചെടുത്ത് ബാക്കി അവർ ഉപേക്ഷിക്കും. അത് വെള്ളത്തിൽ ഒഴിഞ്ഞാൽ വീണ്ടും ഒരു പ്ലാന്റ് ആവുക. നശിപ്പിച്ച് കളയാൻ പറ്റുന്ന സാധനമല്ല അങ്ങനെ. അതല്ല, ഓരോ പ്രാവശ്യം കളക്ട് ചെയ്തിട്ട്, അപ്പം ഈ വിയറ്റ്നാമിലും ലാവോപീഡിയറിലൊക്കെ എങ്ങനെ ഐക്കോർണിയെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഫിസിക്കലായിട്ട് അവർ പോയി കളക്ട് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് അതിന് വലിയ കുഴി കുഴിച്ചിട്ട് എന്തെങ്കിലും ഒഴിച്ച് കത്തിക്കുകയും അല്ലെങ്കിൽ കുഴിച്ച് മൂടുകയോ ചെയ്യുക. മനസ്സിലായില്ല? ഓക്കെ സർ, താങ്ക് യു സർ. സർ പിന്നെ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അക്വാറ്റിക് ആയിട്ടുള്ള ഇൻവേസീവ് പ്ലാന്റ്സിന്റെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ അക്വാറ്റിക് പ്ലാന്റ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് സൗമ്യ. അത് ഈ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഉണ്ടാക്കിയ ലിസ്റ്റാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ഒന്നും അല്ല കേട്ടോ. അത് വളരെ ഒരു എന്താ പറയുക ഓർത്തഡോക്സ് ലിസ്റ്റാണ്. പക്ഷെ അതിൽ മിക്കതും ഉണ്ട്. അത് നെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ഒരു ബുക്ക് ഉണ്ട്. സൗമ്യ കിട്ടുന്നില്ല എന്നെ അത് പറയും. ഓക്കെ സർ, താങ്ക് യു സർ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പ്ലീസ്. സാർ നമുക്ക് ഈ ഇൻവേഴ്സീവ് സ്പീഷീസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി പ്ലാന്റ്സ്, ഇത് നമുക്ക് ഇതിന്റെ ഒക്കറൻസ് അല്ലെങ്കിൽ ഇതിന്റെ റിസ്ക് നമുക്ക് സ്പേഷ്യലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഫോർ എക്സാമ്പിൾ ഇതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ, എനിക്കറിയില്ല അത് അവൈലബിൾ ആണോ അല്ലയെന്ന്. പക്ഷെ ഇൻ കേസ് അവൈലബിൾ ആണെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ ഗട്ട്സ് പോലുള്ള ഒരു സെൻസിറ്റീവ് ഏരിയാസിൽ നമുക്ക് ഇതിന്റെ ഓരോ പ്ലാന്റ്സിന്റെയും അതിന്റെ ഒക്കറൻസ് ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവാം എന്നിപ്പോ നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും AI പോലുള്ള മോഡൽസ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ ചില മോഡലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇത് ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട്, ഇനി ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവാന്നുള്ളതിനെ കുറിച്ചിട്ട് മോഡലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പം മൈക്കേനിയെ കുറിച്ച് തന്നെ ഇപ്പൊ ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട്, ഇത് ഇതിന്റെ ഔട്ട്ബ്രേക്ക് ഇന്ന സ്ഥലത്ത് ഉണ്ടാവാം എന്നുള്ള ചില, എല്ലാ പ്ലാന്റ്സിനൊന്നും ഇല്ല, ചില പ്ലാന്റ്സിനുണ്ട്. പക്ഷെ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതൊന്നും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ കാലാവസ്ഥാ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ചില സ്ഥലങ്ങളിൽ മാത്രം ലഭ്യത നേരിയ സാധനങ്ങൾ പിന്നെ അതിക്രമിച്ച് മുന്നോട്ട് പോവാണ്. ഇപ്പം ഞാൻ പറഞ്ഞ 2 പ്ലാന്റ്, റൊബീനിയ സീറോ അക്കേഷ്യ വേറൊരു സാധനമുണ്ട്, എലാന്തസ് അൾട്ടിസിം. ഇത് രണ്ടും ആക്ച്വലി പിന്നെ ഉള്ളത് കാശ്മീരിൽ മാത്രം, അല്ലെ ഹൈ റേഞ്ചസിൽ മാത്രം. അത് താഴത്തേക്ക് വരുന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ എക്കോസിസ്റ്റത്തിലും ഓരോന്നിലും അങ്ങനെ കണ്ടെയ്ൻഡ് ആയി നിൽക്കുന്നതല്ല, അവിടെ മാത്രം നിൽക്കുന്ന സ്പീഷീസ് ഉണ്ട്. പക്ഷെ കൃത്യമായ കാലാവസ്ഥ കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ സോയിൽ കണ്ടീഷൻസിന്റെ കാര്യം ഞാൻ ആക്ച്വലി ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർത്തിന് നമുക്കൊരു ഭീഷണിയല്ല, കാരണം പാർത്തിന് ഇവിടെ വളരാനാവില്ല. അതേപോലെ പ്രോസോപ്പിസിന് കേരളത്തിൽ പ്രശ്നമല്ല. കേരളത്തിൽ പ്രോസോപ്പിസിന് വളരാൻ കാരണം അതിന് പിന്നെ ആൽക്കലൈൻ സോയിൽ വേണം. കേരളത്തിൽ മിക്കതും അസിഡിക് സോയിലാണ്. അപ്പൊ ഈ സോയിലിന്റെ കാര്യം കൂടെ നമ്മൾ നോക്കണം. അപ്പൊ അതേപോലെ ക്രോമലീനയും ലൻറ്റാനയും ഒന്നും പിന്നെ തമിഴ്നാട്ടിൽ വളരില്ല. ലൻറ്റാന വളരും, ക്രോമലീനയും മൈക്കേനിയും വളരില്ല, കാരണം വാട്ടർ അവൈലബിലിറ്റി കുറവാണ്. അതേപോലെ നമ്മൾ മാൽഡീവ്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ചിത്രയല്ല മാൽഡീവ്സിൽ ഇതൊന്നും ഒരു ഇൻവേസീവ് സ്പീഷീസ് അല്ലേ അല്ല. അവിടെ കാൽക്കേറിയ സോയിലാണ്, അതിൽ വളരുന്ന സാധനം മാത്രം ഇൻവേസീവ്. അവിടെ നമ്മൾ ലുസീന ഒറ്റയൊരു ചെടിയെ കണ്ടത്, അതിനെ ഞങ്ങൾ അപ്പം തന്നെ പറിച്ചു കൊടുക്കും, അവിടെ കൺട്രോൾ ചെയ്തു. അപ്പോൾ അത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ, അവിടുത്തെ സോയിൽ കണ്ടീഷൻസ്, അവിടുത്തെ ഈ പിന്നെ ക്ലൈമാറ്റിക്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ സ്പീഷീസ് വളരുന്നത്. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനം, ലാൻഡ് യൂസ് ചേഞ്ച് വരുന്നതിന് ഏത് സ്പീഷീസ് എവിടെ വേണമെങ്കിൽ വളരാന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം അച്ചു പറഞ്ഞത് ശരിയാണ്, നമുക്കത് മാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പല സ്പീഷീസും മാപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇന്ത്യയിൽ. ഇതിന്റെ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണോ സാർ? അതായത് ഈ സ്പീഷീസിന്റെ ഒക്കറൻസ് ഫോർ എക്സാമ്പിൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ച് ഇന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാറ്റ്ഫോം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ബിഗ് ക്വസ്റ്റ്യൻ അച്ചു. കാരണം ഇപ്പം ഇന്ത്യയിലെ ഇങ്ങനെയുള്ള ഡാറ്റ തീരെ അവൈലബിൾ അല്ല. ഇനി അഥവാ അവൈലബിൾ ആയിട്ട് അതൊന്നും ഡിപ്പെൻഡബിൾ ഒന്നുമല്ല. കാരണം അതൊന്നും ഇപ്പോഴും ഞാൻ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ഇൻവേസീവ് പ്ലാന്റ്സിന്റെയും ഒരു സർവേ, അത് ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആണ് നമുക്ക് പറയാനേ പറ്റും.
പ്ലാന്റ്സിൻ്റെത് ഒരു 75% കംപ്ലീറ്റ് ആണെന്ന് പറയാം. പക്ഷെ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ചിലവർ പറയുന്നത് ഇന്ന സ്പീഷീസ് ഇൻവേസീവ് അല്ല, അത് ഇൻവേസീവ്. പക്ഷെ ചിലവർ പറയുന്നത് അത് ഇൻവേസീവ് ആണ്. അപ്പൊ ചിലർ 145 പറയും, വേറെ ചില 245 പറയും. അപ്പൊ GRIS എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ഉണ്ട്, അതിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യങ്ങൾ. എന്നിരുന്നാലും ഇത് ഒരു തർക്ക വിഷയമാണ് എല്ലാവർക്കും. പക്ഷെ ഇത് ഏത് ലോഞ്ചിറ്റ്യൂഡ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് ആ സ്ഥല ഒക്കറൻസ് നോക്കിയിട്ട് നമുക്ക് ഗണിച്ചെടുക്കേണ്ടി വരും. അല്ല, അങ്ങനെ ഒരു ഡാറ്റാബേസ് വളരെ എനിക്കറിയില്ല. ഓക്കെ സാർ, താങ്ക് യു. സർ, ഇതിന് വല്ല കാറ്റഗറൈസേഷൻ ഉണ്ടോ? ഇപ്പൊ ക്രോമലീനെ തന്നെ പലരും അത് ഇൻവേസീവായി കൺസിഡർ ചെയ്യാൻ പറ്റൂല, അത് നാച്ചുറലൈസ്ഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇൻവേസീവ് പ്ലാന്റ്സിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കാറ്റഗറൈസേഷൻ വരുത്താൻ പറ്റുമോ? ഇത് ഇപ്പൊ ഞാൻ ഒറ്റൊരു ഉദാഹരണം പറയാം. അല്ലേ, വെച്ചാല് കമ്മ്യൂണിസ്റ്റ് പച്ച ഒരിക്കലും ഒരു നാച്ചുറലൈസ് സ്പീഷീസ് ആണ്, അതിപ്പോഴും വ്യാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ നാച്ചുറലൈസ് ആയ ഒരു സ്പീഷീസിന്റെ കാര്യം നോക്കും നിങ്ങൾ, ഈ നമ്മുടെ തൊട്ടാവാടി എന്ന് പറയുന്നത്, അത് നമ്മൾ അങ്ങനെ വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണാറില്ല കേട്ടോ. ചെറിയൊരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതിന്റെ ഉള്ളൂ തൊട്ടാവാടി, സാധാ ചെറിയ. ക്രോമലീനെ അങ്ങനെയല്ല, ക്രോമലീന വീട് ഇപ്പോഴും വ്യാപിക്കുന്നുണ്ട്. ക്രോമലീനയുടെ വ്യാപനം കുറഞ്ഞതിന് ഒരു കാര്യം കൂടിയുണ്ട് അല്ലേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇൻവേസീവ് പ്ലാന്റ്സ് വരുമ്പോഴേ ആനത്തൊട്ടാവാടി അല്ലെങ്കിൽ പിന്നെ മൈക്കീന് ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ കൂടുതൽ ഇൻവേസീവ് നേച്ചർ ഉള്ളതാണ്. ക്രോമലീനെ കൺട്രോൾ ചെയ്യാണ്, ക്രോമലീനെ ഒരു അരിക്കായി ആക്കി കളിയാണ്. അപ്പൊ ഒരു സക്സഷൻ നടക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് അത് ഉന്മൂലനം ചെയ്ത് അത് നാച്ചുറലൈസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് വന്നതാണ്, 914 മറ്റോ വന്നതാണ്. ഇതുവരെ നാച്ചുറലൈസ്ഡ് ആയിട്ടില്ല, ഇപ്പോഴും അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വൺ പ്ലേസ് വന്നത്. അതിനാൽ നാച്ചുറലൈസ് എന്ന് വിളിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി പോർട്ടലിന്റെ ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സാറ് നേരത്തെ പറഞ്ഞ അതില് ഇന്ത്യയിലെ ഇൻവേഴ്സി എന്ന് പറയാൻ ചില ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബൗണ്ടറിന്റെ പുറത്ത് നേറ്റീവ് ആയതും അല്ലെങ്കിൽ വേറെ എവിടെയും ഇൻവേഴ്സീവ് സ്റ്റാറ്റസ് ഉള്ളതിനെ മാത്രമേ ഇവിടെ ഇൻവേഴ്സി എന്ന് പറയാൻ പറ്റുന്നുള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യനെ പോലെ ഒരു മെഗാ ഡൈവേഴ്സ് കൺട്രി നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ, അഥവാ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ ബൗണ്ടറിക്ക് അപ്പുറം ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ചില ഹാബിറ്റാറ്റ് ഇൻവേഴ്സീവ് ആയത്, ചില ഹാബിറ്റാറ്റ് ഇൻവേഴ്സീവ് ആവാത്ത സ്റ്റാറ്റസ് ഉണ്ടാവില്ലേ? ഒരു കാര്യം കൂടെ പറയാം. ആദ്യത്തെ കാര്യം, ഒരു സ്ഥലത്ത് ഇൻവേസീവ് ആയത് മറ്റേ സ്ഥലത്ത് ഇൻവേസീവ് ആവണമെന്നില്ല, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ആ ലിസ്റ്റ് തീരെ ഡിപ്പെൻഡബിൾ അല്ലാന്ന് ഞാൻ അതിൽ കോച്ചെയർ ആയിരുന്നു. ഞാൻ വഴക്കിട്ട് ഇറങ്ങിപ്പോയത് അവരെ ആ ലിസ്റ്റ് അത് ഇൻകംപ്ലീറ്റ് ആണ്, അത് ഡിപ്പെൻഡബിൾ അല്ല എന്നുള്ളത് ഇപ്പോഴും എല്ലാ സയന്റിസ്റ്റും അറിയുന്ന കാര്യമാണത്. മനസ്സിലായോ? അവിടെ ആ ലിസ്റ്റിനോട് തീർക്കും അനുകൂലിക്കാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകും. ഞാൻ അതിൽ പാർട്ടിയല്ല എന്ന് പറഞ്ഞു. അത് തീർത്തും ഡിപ്പെൻഡബിൾ അല്ല. പല ആൾക്കാരും പല രീതിയിലാണ്, അവർക്ക് ഓരോ സയന്റിസ്റ്റും ഓരോ രീതിയിൽ പറയാമല്ലോ. നമുക്കിതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഹൂ ലിസൺസ്? ആ ഒരു ലിസ്റ്റ് ഐ എം സോറി ടു സേ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്, ഗ്രോസ്ലി ഇൻകംപ്ലീറ്റ്. സർ, വൺ മോർ. അതായത് ഇപ്പൊ ഞാനിപ്പോ യൂണിവേഴ്സിറ്റി പ്ലാനിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിലവിൽ ഇപ്പൊ ഞങ്ങൾക്ക് അവൈലബിൾ ആയത് ഒന്ന് KFR എന്ന സാർ അടക്കം ഉള്ള ആളുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഹാൻഡ് ബുക്ക്, പിന്നെ അതുപോലെ തന്നെ ഏഷ്യ പസഫിക് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നെറ്റ്വർക്കിന്റെ ആ ഒരു ബുക്ക്, പിന്നെ ഇവിടെ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ബുക്കുകൾ മാത്രമേ നിലവിൽ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി പ്ലാന്റ് ആണോ അല്ലേ എന്നുള്ളത് ബിയോണ്ട് ദാറ്റ്, ബിക്കോസ് KFR എന്ന് പറഞ്ഞ ബുക്കിൽ 80 കൂടുതൽ യൂണിവേഴ്സിറ്റി സ്പീഷീസ് ഉള്ളൂ. അപ്പോ ഏത് ഡിപ്പെൻഡ് ചെയ്യാം? നിങ്ങൾ ഈ പിന്നെ ഇതിൽ ഏത് ബുക്കിനെ അതൊക്കെ ഒരുപാട്, ഇപ്പം KFRയിലെ ആ ബുക്കൊക്കെ ഒരുപാട് പഠനം നടത്തിയതിനു ശേഷം പ്രസിദ്ധീകരിച്ച സാധനമാണ്. കാരണം അത് വെറുതെ എഴുതി ഉണ്ടാക്കലല്ല, കേരളത്തിൽ ഉടനീളം സർവേ ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ട്, KFR ഇപ്പോഴും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അവിടെ ഇപ്പോഴും ഇതിനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർ സുധരപാൽ എന്നൊക്കെ ആളുണ്ട്, ടാക്സോണമിസ്റ്റ് ആണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം, ഈ ബുക്ക് ASBD പ്രസിദ്ധീകരിച്ച ബുക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. സുധരപാലിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇൻഫോർമേഷൻ വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരാം. സാർ, ഒരു സംശയം ചോദിക്കട്ടെ? പ്ലീസ്. കണ്ണൂർ ജില്ലയിൽ നമ്മള്
മെറീമിയ വൈറ്റിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റ് മൈക്കാനിയനെ ഓവർടേക്ക് ചെയ്തിട്ട് രണ്ടും ഒരു സ്ഥലത്ത് കാണുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഓവർടേക്ക് ചെയ്ത് വളരുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ഇൻവെസീവ് പ്ലാന്റ് വേറെ ഇൻവെസീവ് പ്ലാന്റിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമുക്ക് മാർഗമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല ബിന്ദു. കാരണം അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ഒച്ചയുടെ കാര്യം പറഞ്ഞു. ഇപ്പം മെറീമിയ വിറ്റിപ്പുള്ളി അതൊരു ഞാൻ ആ സ്പീസിന്റെ ഫോട്ടോ കാണിച്ചില്ല, എൻ്റെ കയ്യിൽ അതുണ്ട്. അതൊരു പ്രധാന ഇൻവെസ്റ്റിഗേഷൻ സ്പീസ് തന്നെയാണ്. അപ്പൊ അത് അതിനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷേ മറ്റവൻ ഭീകരനല്ലേ, അവൻ നമ്മളെങ്ങനെ കണ്ടു ഒന്ന് പോയിട്ട് ഒന്ന് വരികയല്ലേ ചെയ്യുന്നു, ഒന്നും ഇല്ലാതാക്കാം. മെറീമിയ വിറ്റിപ്പുള്ളി ഈസ് ആൻ ഇൻവെസ്റ്റീവ് സ്പീഷീസ്, അത് മറ്റേനെ കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അതേപോലെ ഇപ്പം ഈ എന്താണ് ആനത്തൊട്ടാവാടി വരുന്ന സ്ഥലങ്ങളിലൊന്നും മൈക്കേനി വളരില്ല. അത് കുറെ കൂടെ ഫെറോഷ്യസ് ആയിട്ട് സ്പീഡ്സ് ആണ് ഈ ആനത്തൊട്ടാവാടി. അപ്പം ഒരെണ്ണം മറ്റേതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഇത് ഒരു നേറ്റീവ് സ്പീഡ്സ് ആയിരുന്നു. നേറ്റീവ് സ്പീഡ്സ് ഒരിക്കലും അത് പറ്റില്ല കേട്ടോ. നേറ്റീവ് സ്പീഡ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പാടില്ല. നേറ്റീവ് സ്പീഡ്സ് ഒന്നും ഒരിക്കലും ഒരു ഇൻവേസീവ് സ്പീഷീസിനെ മോദർ ചെയ്യാനോ കവർ ചെയ്യാനോ അത് അത് സുസാധ്യ കാര്യമല്ല. അതെ, ഞങ്ങള് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം എന്ന് പറയുന്ന പ്രദേശത്ത് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈക്കേനിയനെക്കാളും ഓവർടേക്ക് ചെയ്ത് വളരുന്നത് ഈ പറയുന്ന മെറീമിയ വൈറ്റിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റ്സിനെയാണ്. ആയിരിക്കും. ഞാനും ഒരു കണ്ണൂരുകാരൻ തന്നെയാണ്, ആ സ്ഥലങ്ങളൊക്കെ. അപ്പം ശരിയാണ്. അപ്പോ അത് പക്ഷേ മറ്റൊരു ഇൻവേസീവ് ആണല്ലോ എന്നുണ്ട്. പക്ഷെ ആ ഇൻവേസീവ് കമ്മ്യൂണിസ്റ്റ് കക്ഷിയോട് അത്രക്ക് ഒരു വിനാശകാരിയല്ല. അതിനെ പെട്ടെന്ന് നമുക്ക് പറിച്ചു കളയാൻ പറ്റുന്ന ഒരു സാധനമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു സക്സഷന്റെ കാര്യം വരുന്നുണ്ട്. ഒന്ന് പോയിട്ട് വേറൊന്ന് വരികയാണല്ലോ, അതില്ലാതാവുമല്ലോ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ആ മെറീമിയ വൈറ്റിഫോളിയനെ കൺട്രോൾ ചെയ്യാനല്ല, അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മളെ മുടിലാത്താളിനെയും കണ്ടിട്ടുണ്ട്. കണ്ണപുരത്ത് തന്നെ കണ്ട കാര്യങ്ങളാണ്. ഇതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വേറെ പറയുന്നത് ആ ഒരു കസ്ക്യൂട്ടാന്ന് പറയുന്നത്. പക്ഷേ ബിന്ദു ഒരു കാര്യമുണ്ട്, ഈ മെറീമിയ വിറ്റിപ്പുള്ളിയുടെ സീഡ് എത്ര കാലം സോയിൽ ഇരിക്കുന്ന എനിക്കറിയില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് വച്ചയുടെ സീഡ് ഒരു 6-7 വർഷം ഇരിക്കും. മെറീമിയ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയാലും കമ്മ്യൂണിസ്റ്റ് വെച്ച് അവിടുത്തെ വളരും. ഓക്കെ സർ, താങ്ക് യു സർ. ഒരു ഡൗട്ടിൽ ഒരു അഭിപ്രായമാണ്. അതായത് ചില പുതിയ പേപ്പറുകളിലൊക്കെ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അഥവാ അവസാനം ഈ പറയുന്ന യൂണിവേഴ്സൽ ബാൻഡ് മാത്രം ഒരു ലോകമായിരിക്കും, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും എന്നുള്ളത്. നിലവിലൊരു സാഹചര്യത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആ രീതിയിലേക്ക് എത്തൂലേ ഈ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റുകളെ? എല്ലാ സാധ്യതകളും ഉണ്ട് അല്ലേ? ഹോമോജനൈസേഷൻ എല്ലാ സാധ്യതകളും ഉണ്ട്. സർ, അതുപോലെ തന്നെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി അത് ഫോളോ ചെയ്യാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഇപ്പൊ നിലവിലൊരു പുതിയ സ്പീഷീസ് ഇന്ത്യയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യാത്തൊരു സ്പീഷീസ് നമ്മുടെ നാട്ടിൽ കാണുകയും അതൊരു യൂണിവേഴ്സൽ സ്റ്റാറ്റസിലേക്ക് എത്തുകയും ചെയ്താൽ നമ്മൾ അത് എങ്ങനെ നമുക്ക് അത് ഇൻവേസീവ് ആണെന്ന് എങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റും? അത് നല്ല ചോദ്യമാണ്. അത് ഇൻവേസീവ് ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ, ഇപ്പൊ KFRA പോലെ സ്ഥാപനം സമീപിക്കണം. അത് നേരത്തെ ഇൻവേസീവായിട്ട് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയണം. അത് മാത്രമല്ല, അത് ഇങ്ങനെ വ്യാപിക്കുന്നുണ്ടോ, അത് ഒരു സ്ഥലത്ത് മാത്രം ഒറ്റ ചെടിയാണോ, ഒരു 10 ചെടികളേ ഉള്ളൂ, അത് കണ്ടമാന പല സ്ഥലങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു നേരത്തെ ഒരു ഇലപ്പുള്ളി ചെടിയെ കാണിച്ചില്ലേ, നമ്മൾ ആദ്യം വിചാരിച്ച് അത് അതിന് നിസ്സാരാക്കി തള്ളിക്കളഞ്ഞു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ വലിയ ഏരിയയിൽ അത് വ്യാപിക്കേണ്ടത്. ഈ വ്യാപനമാണ് അതിന് ഇൻവേസീവ് നേച്ചർ ആദ്യമായിട്ട് കാണിക്കുന്നത്. തന്നെത്താൻ വ്യാപിക്കുക. നമ്മുടെ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നും ഇല്ലാത്ത സ്ഥലം, വേക്കൻറ്റ് ലാൻഡ് ഇല്ലേ, അവിടെയൊക്കെ ഇതങ്ങ് വളരുകയാണ്. കമ്മ്യൂണിസ്റ്റ് വെച്ച പോലെ അല്ലെങ്കിൽ മൈക്കേനിയ പോലെ അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്ന വ്യാപന സ്വഭാവമാണ് ആദ്യം നമ്മളത് ഇൻവേസീവാണ് തിരിച്ചറിയേണ്ട ഏറ്റവും നല്ല മാർഗം. പിന്നെ ആ പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഇൻവേസീവായിട്ട് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായമായിട്ടും അത് ഇൻവേസീവ് തന്നെയാണ്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാം. ശ്രീജ സുഖല്ലേ? സുഖം. സർ, ഞാൻ ആ കണ്ടലാത്തയുടെ കാര്യം ഇപ്പം കണ്ണൂർ ജില്ലയിൽ അതിതീവ്രമായിട്ട് അത് വ്യാപിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇപ്പം ഇതൊക്കെ പറയുന്നത്, റിപ്പോർട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് കൊല്ലത്താണല്ലോ അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ തന്നെ വളരെ വൈകി 1970s കഴിഞ്ഞതിന് ശേഷം അത് വരുന്നത്.
പക്ഷെ ഇപ്പൊ ഇവിടുത്തെ സാഹചര്യം എടുത്തു നോക്കുകയാണെന്ന് പറയുന്നത് ഒരു നാഷണൽ ഹൈവേയുടെ ഇപ്പം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ മണ്ണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ തണ്ണീർത്തടങ്ങൾ നികത്തുമ്പോ ഇതിന്റെ വിത്ത് ഒന്നടങ്കം പോവുകയും അതാണ് ഞാൻ എന്റെ സ്റ്റഡിയിൽ മനസ്സിലാക്കുന്നത് കൂടുതലായിട്ടും. അപ്പൊ ഇത് വളരെ യങ് സ്റ്റേജിൽ മാത്രമേ നമുക്ക് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പം ആ ലെവലിന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പൊ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പം പഞ്ചായത്ത് തലത്തില് അങ്ങനെ നമ്മളെ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഇതിനെ അവിടെ പലതവണ റിപ്പോർട്ട് ചെയ്തു, അത് വേറെ കാര്യം. പക്ഷെ അതിലൂടെ മുകളിലോട്ട് പോകാനോ അല്ല ഡയറക്റ്റ് നമ്മള് വേറെ ഒരു രീതിയിൽ അതിനെ ചെയ്യണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എങ്ങനെ നമുക്കത് ഒരു എന്താ പറയാ ശ്രദ്ധയിൽപ്പെടുത്തി എടുക്കാൻ പറ്റും എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. ഇതില് ഒരു കാര്യം പ്രധാനമായിട്ട് ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടൽക്കാടുകളുടെ ഇടയ്ക്ക് വളരുന്ന ഒരു സസ്യമാണല്ലോ. ഈ മണ്ണ് നികത്തപ്പെടുന്ന സ്ഥലത്ത് ആ കണ്ടൽക്കാടുകൾ അതേ ഒരു ആവാസ വ്യവസ്ഥ തന്നെ നിൽക്കുന്നുണ്ടോ? ഇതിന് വളരാൻ പറ്റില്ല. അതാദ്യം നോക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ തൊഴിലുറപ്പുകാരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇൻവേസീവ് സ്പീഷീസ് ഇല്ലാതാക്കണമെങ്കിൽ അവര് ചെത്തിക്കൂരിയിട്ട് കാര്യമില്ല. ഷുഡ് ബി ഡൂയിങ് ദാറ്റ്. അവര് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിനെ പറിച്ചു കഴിയുന്നത്. പറിച്ചു കളഞ്ഞിട്ട് ഓരോ വർഷവും അത് റിപ്പീറ്റ് ചെയ്യാം. അത് വീണ്ടും അതിൽ നിന്ന് ഒരു 3-4 വർഷം ഇങ്ങനെ പറിച്ചു കളഞ്ഞാൽ പിന്നെ വരില്ല. ഈ തൊഴിലുറപ്പുകാര് ഓരോ പ്രാവശ്യം നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ വലിയ കൈക്കോട്ടൊക്കെ വെച്ച് ചെത്തിക്കോരി അതൊരിക്കലും ചെയ്യരുത്. മണ്ണൊലിപ്പിന് സഹായിക്കുകയുള്ളൂ. ഏറ്റവും നല്ലത് അവിടെ അധിനിവേശ പുലികളൊക്കെ വെറുതെ വിടുക. അധിനിവേശ സ്പീഷീസ് കാണുകയാണെങ്കിൽ പറിച്ചു കളയാം. അത് ഇവര് ഓരോ പ്രാവശ്യവും ആ ഏരിയയിൽ എത്തിയിട്ട് ഈ ചെറിയതായിട്ട് വരുന്ന ചെടികളെ ഒരു 4 years മതി, പിന്നെ വരിയിട്ടില്ലോടൊക്കെ. അത് മാംഗ്രൂവ്സിൽ മാത്രമല്ല, നമുക്കിപ്പം നമ്മൾ അവിടെയൊക്കെ കൃഷി ചെയ്യാതെ കിടക്കുന്ന വയലുകളുണ്ട് ഇഷ്ടം പോലെ. സാധാരണ ഫ്രഷ് വാട്ടർ തന്നെ അവിടെയും ഭയങ്കര സ്പ്രെഡിങ് ആയിപ്പോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അതിന് നമുക്ക് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പറിച്ചു കളയാൻ പറ്റുന്ന ഒരു രീതിയിലാണോ അതിരിക്കുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു 2013 ഞാൻ ഇതിന്റെ ആ ഒരു തീവ്രത സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ തന്നെ നമുക്കറിയാം 10 വർഷം കഴിഞ്ഞു. ഇപ്പൊ പലതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു 6 feet ഒക്കെ വളർന്നിട്ട് അതിന് സെക്കൻഡറി ഗ്രോത്ത് ഏർലിയർ ആണല്ലോ. ഒന്നും ചെയ്യാൻ കഴിയില്ല, അത്രയും തിക്കാണ്. തിക്കെന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റെംഡ് കണ്ടീഷനാണ് എല്ലാത്തിലും. അതുകൊണ്ട് തന്നെ പിഴുതെറിയാന്നുള്ളത് നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം സീഡ്സ് ഈ ഫ്രൂട്ട് ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. അതാണ് അതിന്റെ വലിയ പ്രശ്നം. വവ്വാലുകൾ കുറച്ച് കഴിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടിന്യൂസ് ഒബ്സർവേഷനിൽ കണ്ട കാര്യമാണ്. വേറെ ആരും അത് ഉപയോഗിക്കുന്നില്ല. അതിനെന്താ നിയന്ത്രണം വരുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഒരു കാര്യം പറയട്ടെ, ഇത് ഇപ്പം എത്രത്തോളം ഇത് നിങ്ങൾക്ക് ഈ ഇതിനെ ചില ഹെർബിസൈഡ്സ് ഉപയോഗിക്കാം. ഈ ഹെർബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പിൽഫറേജ് ഇല്ലാതെ കണ്ട് തന്നെ അതിനെ വെട്ടിയിട്ട് ഈ സ്റ്റെമ്മിന്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് സിസ്റ്റമിക് ഹെർബിസൈഡ്സ് ആയിരിക്കും. കംപ്ലീറ്റ് ഉണങ്ങിക്കോ വേരടക്കം. അല്ലെങ്കിൽ ഒരു 3-4 മുറിവുകൾ ഉണ്ടാക്കിയിട്ട് പാർക്കിൽ കുറച്ച് ഒരു പ്രായത്തിനുള്ളിൽ അവിടെ ഇത് ഒരു ഫില്ലർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ പിൽഫറേജ് ഉണ്ടാകുന്നില്ല, സോയിലിലേക്ക് പോകുന്നില്ല. അത് ആ തടി ഉണക്കം മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കുറച്ചൊരു മാനുവൽ ലേബർ ആവശ്യമുള്ള സാധനമാണ്. അത് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രമിച്ചത് ഈ സെന്ന സ്പെക്ടാബിൾസിനെയാണ്. അതിന് ഞങ്ങൾ ഈ ചില ഹെർബിസൈഡ്സ് ഉപയോഗിച്ചിട്ട് തടി വെട്ടിയിട്ട് അപ്പൊ തന്നെ ഇത് അപ്ലൈ ചെയ്യണം, ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട്. അപ്പൊ അത് വേരടക്കം സിസ്റ്റമിക് ആണ്, വേരടക്കം ഉണങ്ങിട്ടു. പിന്നെ പറിച്ചു കളഞ്ഞാൽ മതി, പിന്നെ വരില്ല അത്. പക്ഷെ സാർ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കിപ്പം അതിനൊരു സ്കീം അല്ലെങ്കിൽ ഒരു കുറച്ച് നല്ലൊരു ഫിനാൻഷ്യൽ സംഭവങ്ങളൊക്കെ അതിന് വരുമല്ലോ. അപ്പൊ അത് ആരെങ്കിലും ഈ പറയുന്ന പോലെ ഏറ്റെടുക്കോ അങ്ങനെയൊക്കെ വേണ്ടി വരില്ലേ? അതാണ് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡൗട്ട്. നമ്മളിപ്പം വേറൊരാളുടെ പറമ്പിലോ അങ്ങനെ ഒരു പൊതുസ്ഥലത്തോ പോയിട്ട് അത് ചെയ്യുന്നതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന് അവരെ പെർമിഷൻ എടുക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻവെസ്റ്റീവ് സ്പെഷ്യൽ വർക്ക് ചെയ്യുന്നവർ ഈ ഒരു പ്രോബ്ലം തിരിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫണ്ടിങ് തരാതിരിക്കില്ല. ഫണ്ടിങ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് വേണം. അതെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലെവലിൽ പ്രൊസീഡ് ചെയ്യേണ്ടി വരും അല്ലെ? അതെ, ഒരു പ്രോജക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലേ അപ്പം അതിനകത്ത് അത് ചെയ്യാവുന്നതാണ്. അത് ഇപ്പം അങ്ങനെ കൺട്രോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞാൽ അതിന് കുറച്ചൊരു ഡയറക്ഷൻസ് തന്നെ തരാം, ഏത് രീതിയിൽ പ്രൊസീഡ് ചെയ്യണം. ആയിക്കോട്ടെ സാർ. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമുക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്.
പറയും. ഒന്ന് ഒരു ഉത്തരം നേരത്തെ പറഞ്ഞു തരുന്നത്, അതായത് ഇത് സസ്യങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ അധിനിവേശ സസ്യങ്ങളെ അത് പച്ചില വളത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ അത്? കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്കാർസിറ്റിയിലൊരു കാര്യം ഇപ്പൊ അതാണല്ലോ, മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട്. അപ്പൊ അതിന്റെ സാധ്യത ആലോചിച്ചുകൂടെ ഒന്ന്. രണ്ടാമത്തത് ഇതിന് ഉത്തരം പറയാം. ആദ്യം ഈ പച്ചില വളത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇല മാത്രമല്ലേ വെട്ടുന്നുള്ളൂ, അതുകൊണ്ട് ചെടി നശിച്ചു പോകുന്നില്ലല്ലോ. ചെടി പിന്നെ അവിടെ ബാക്കിയാകുമല്ലേ. അല്ല, ചെടി വേരില്ലെങ്കിലും അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ കമ്പോസ്റ്റിങ്ങിനും അതുപോലെയുള്ള ചെയ്യാൻ സാധ്യതയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പറ്റില്ല. പിന്നെ അടുത്ത ചോദ്യം. ഓവർ ഗ്രോത്ത് ആയിട്ടാക്കുക സാർ, അങ്ങനെ നമ്മൾ പരീക്ഷിച്ചതാണ്. പ്ലാന്റ് പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ വളരുക ചെയ്യുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ആവണക്കിന്റെ കാര്യം, അത് യഥാർത്ഥത്തിൽ കർഷകർ നട്ടു വളർത്തുന്നതല്ലേ? ആവണക്ക് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആവണക്ക് കേരളത്തിന്റെ അധിനിവേശ സ്പീഷീസ് അല്ല, മറ്റ് സ്ഥലങ്ങളില് അധിനിവേശ സ്വഭാവം കാണിക്കുന്നുണ്ട്. അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ അധിനിവേശ സ്വഭാവം കാണിക്കുന്ന പലതും നമുക്ക് അധിനിവേശ സ്പീഷീസ് അല്ല. നമ്മളെ സംബന്ധിച്ചുള്ള ഇതാണ് കൃഷി ചെയ്യുന്നുണ്ട് കർഷകർ, ഇപ്പൊ അത് കുറവാണ്. അധിനിവേശ സ്വഭാവം ഇവിടെ കാണിക്കാറില്ല. പിന്നൊന്ന്, ഈ ഇന്നത്തെ കോക്കനട്ട് ലീഫ് ബീറ്റലിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് വന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിലവിലൊരു സാധനം ഉണ്ടല്ലോ തെങ്ങിന്റെ ഇത് നശിപ്പിക്കുന്ന അത് മണ്ടരിയാണ്. അല്ല, മണ്ടരിയല്ല, അതുപോലത്തെ ഒരു സാധനം, ഒരു ജീവി തന്നെ ഉണ്ടല്ലോ. ജീവിയായിട്ടുണ്ടോ എനിക്കറിയില്ല. വൈറ്റ് ഫ്ലൈ ആണോ സർ? വൈറ്റ് ഫ്ലൈ ആണോ? ഈ ബ്ലാക്ക് അതെ, ആ തെങ്ങിങ്ങനെ ഒരുപാട് വൈറ്റ് കളർ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പൂപ്പര് ഇതിങ്ങനെ, അതായത് പിന്നെ ഈ ഒരു പഞ്ഞി ഇട്ടമാതിരിയുള്ള സാധനമല്ലേ അത്? അല്ല, ഇത് ഏറെ പ്രചാരത്തിലുണ്ട്. സാർ കാണിച്ച ചിത്രത്തിന്റെ തന്നെ അത് കുറച്ച് നീളത്തിലാണല്ലോ ഉള്ളത്. മറ്റേത് ഒരു കുറച്ചും കൂടെ ഉരുണ്ട് ഇതായിട്ടാണ് ആ സാധനം ഉള്ളത്. ഇതിവിടെ എത്തിപ്പെട്ടായിട്ട് ഇതുവരെ റിപ്പോർട്ട് ഇല്ല. ആണോ? പക്ഷെ ഉണ്ട് നാട്ടിലൊക്കെ, കാസർഗോഡ് ജില്ലയിലൊക്കെ അങ്ങനെ കാണുകയാണെങ്കിൽ ഒരെണ്ണത്തിനെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ, അതിന്റെ വഴികളുണ്ട്. ആണല്ലേ? ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്. ഇത് നേരത്തെ പറയാൻ വിട്ടുപോയത് ഈ ആഫ്രിക്കൻ ഒച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഇവിടെ പലയിടത്തും വലിയ പ്രശ്നമുള്ള സാധനമാണ്. അത് നിയന്ത്രിക്കാനായിട്ട് വഴികൾ വല്ലതും ഉണ്ടോ? ശരിക്കും ശാസ്ത്രീയമായിട്ട് പല രീതികളുണ്ടോ? കീർത്തിയാണ് അതിന്റെ വേൾഡ് എക്സ്പേർട്ട്. കാരണം പലയിടത്തും അതൊരു വലിയൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. അതെ അതെ, ആഫ്രിക്കൻ ഒച്ചുകളെ നമ്മൾ നിയന്ത്രിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്ത് 1 or 2 ആഫ്രിക്കൻ ഒച്ചുകളെ കാണുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ ഉപ്പിട്ട് കൊല്ലുവാണെങ്കിൽ പടരാതിരിക്കും. പക്ഷെ നമ്മൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരെണ്ണം അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ അതിനെ അങ്ങ് വിടും. പക്ഷെ ഒരൊച്ച് 500 മുട്ടകളൊക്കെ ഇടും, അതിനകത്ത് 80% മുട്ടകൾ വിരിയുകയും ചെയ്യും. അപ്പം ഒരു 6 മാസത്തിനുള്ള ഒരു ഒച്ച 500 അല്ലെങ്കിൽ 400-500 ഒച്ചായിട്ടാണ് മാറുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വലിയ ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് നാട്ടിലെല്ലാവരും റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ ആശാ വർക്കർമാര്, നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരും, പിന്നെ അവിടെ നാട്ടിലുള്ള ആളുകളും ക്ലബ്ബുകളും യുവജനങ്ങളും എല്ലാവരും പല പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് ദിവസങ്ങളോളം തുടർച്ചയായിട്ട് നമ്മൾ പുകയിലയും തുരിശും കൂടിയിട്ട് ഒരു മിശ്രിതം ഉണ്ട് സാർ. ആ പുകയിലയും തുരിശും കൂടി ഒരു മിശ്രിതം 25 ഗ്രാം പുകയില 1 ലിറ്റർ വെള്ളത്തില്, പിന്നെ 60 ഗ്രാം തുരിശു 1 ലിറ്റർ വെള്ളത്തില്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറിയ സ്പ്രേയറുകളിൽ, നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞ് സ്പ്രേയറുകൾ ഉണ്ട്, അതിലാക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ ഒച്ചുകൾ അപ്പൊ തന്നെ ചാവുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരെണ്ണത്തിന് അടിക്കണ്ടേ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് അടിക്കണ്ടേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഫേസ് ചെയ്യുന്ന ഒരു വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമാൻസ് ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതായത് ആൾക്കാരില്ലാതെ പൂട്ടിക്കിടക്കുന്ന പറമ്പുകളാണ്. നമ്മൾ പറമ്പുകളൊക്കെ വാങ്ങിച്ചെടുക്കുകയും വിദേശങ്ങളിലേക്ക് പോവുകയും അതിനെ പിന്നെ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ ആഫ്രിക്കൻ ഒച്ചുകൾക്ക് അങ്ങനെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പൊക്കെ അവർക്ക് മുട്ടയിട്ട് പെറ്റുപെരുക്കാനായിട്ട് വളരെ നല്ലൊരു സാഹചര്യം ഒരുക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പഞ്ചായത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് ക്ലീൻ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീടിന്റെ ചുറ്റുമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2-3 വർഷം എടുത്ത് മഴക്കാലത്തിന് മുമ്പും ഒക്കെ ആഫ്രിക്കൻ ഒച്ചുകളെ കാണുമ്പോൾ നശിപ്പിച്ചും, ചെറിയ മഴകൾ പെയ്യുമ്പോൾ അവർ പുറത്തേക്ക് വരുമ്പോൾ നശിപ്പിച്ചും, അങ്ങനെ ഘട്ടം ഘട്ടമൊക്കെ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇത് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പൊ അതിന്റെ കാര്യത്തിലും കുറച്ചുകൂടി കരുതൽ വേണം എന്നാണ് ഇപ്പൊ പറയാനുള്ളത് എനിക്ക്. ഓക്കെ, അതൊരു പുതിയ അറിവാണ്. പുകയിലയും തുരിശും എന്ന് പറഞ്ഞത് സാധാരണ ഉപ്പ് കൃഷി ഓഫീസർമാർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഉപ്പ് ഉപയോഗിക്കാനാണ്.
ഇത് കേട്ടില്ല ഇതുവരെ. സാർ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ആഫ്രിക്കൻ പക്ഷികളും അതിന്റെ ഷെല്ലിൽ കിടന്നിട്ട് അത് അളിഞ്ഞു പോകും. അപ്പൊ അതിന് വേറെ ബാക്ടീരിയ പെരുകയും ഭയങ്കര ദുർഗന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഈ തുരിശ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് അടിക്കുന്ന സമയത്ത് അതിന്റെ ടിഷ്യൂ നല്ല ഹാർഡായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ അളിഞ്ഞു പോകില്ല, നമുക്ക് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഉപ്പ് നമ്മുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യാം. അപ്പൊ മണ്ണിന്റെ ഒരു സലനിറ്റി ഒക്കെ കൂടും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ തുരിശാണ് അടിക്കാൻ പറയുന്നത്. ഒരു 30 ഗ്രാം തുരിശൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മളിപ്പോ ചെയ്ത് നോക്കുമ്പോൾ ഒരു 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തന്നെ പറ്റുന്നുണ്ട്. നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, നമുക്ക് അത്രയും കോസ്റ്റ്ലി ഒന്നും അല്ല തുരിശ്. നമുക്ക് വാങ്ങി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 6 മാസത്തോളം നമുക്ക് ആ ലായനി ഉപയോഗിക്കാനും പറ്റും. ഓക്കെ ഓക്കെ സാറേ, പിന്നെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ഷിപ്പ് മറ്റേ എയർപോർട്ടിൽ മറ്റടുത്തൊന്നും പരിശോധന ഇല്ലാത്തൊരു കാര്യം, യഥാർത്ഥത്തിൽ അങ്ങനെ എന്തുകൊണ്ട് അത് ഇല്ലാതെ, അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടാണോ അല്ല ഗവൺമെന്റ് ഒരു പോളിസി ഇല്ലാത്തതാണോ? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഈ പഴങ്ങളൊക്കെ അയക്കാറുണ്ടെങ്കിൽ ചെറിയൊരു കാരണം വെച്ചിട്ട് തന്നെ അവർ റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ ഈ ഫ്രൂട്ട്സ് ഒക്കെ. അപ്പൊ എന്താ അതിന്റെ സാധ്യത അവസ്ഥ? അത് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ എവിടെയും പോവാണെന്ന് നിങ്ങൾക്ക് അറിയാം, എയർപോർട്ടിൽ വെച്ച് തന്നെ അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ സീഡ്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിക്കും. അവർ പ്രത്യേകിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ അവർ അത് കോൺഫിസ്കേറ്റ് ചെയ്യും, പിടിക്കും, എന്നിട്ട് കളയും. അത് നമ്മുടെ നാട്ടിൽ അതൊന്നും അല്ല ശ്രദ്ധ. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഡോളർ കൊണ്ടിരുന്നുണ്ടോ സ്വർണം കൊണ്ടിരുന്നുണ്ടോ എന്നേ നോക്കുന്നുള്ളൂ. അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടിരുന്നുണ്ടോ എന്ന കാര്യം അവർക്ക് അത് അൺകൺസേൺഡ് ആണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്കൊരു ഡയറക്റ്റീവ്സ് ഇല്ല, ഒരു പോളിസി ഇല്ല. അതാണ് അത് അവരുടെ ജോലിയല്ല എന്നാണ് വിചാരിക്കുന്നത്. ഡിസ്കഷൻ പോയിട്ടില്ല എന്നർത്ഥം. ഇല്ല, അതൊന്നും അത് ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മളെ ഈ അധിനിവേശ സ്പീഷീസുകൾ ഒരു പ്രയോറിറ്റി, ഗവൺമെന്റ് പ്രയോറിറ്റി അല്ല. അതിന് 10 പൈസ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നില്ല അതിനെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ചെയ്യുന്നതിന്റെ തന്നെ അതിന്റെ ഈ ഫിസിക്കൽ കൺട്രോളിന് മാത്രമാണ്. അതൊരിക്കലും ലാസ്റ്റ് ചെയ്യുന്നൊരു സംഭവമല്ല. അതൊരിക്കലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. കുറെ ആൾക്കാർക്ക് കാശടിച്ചെടുക്കാന്നല്ലാതെ. ഓക്കെ, അപ്പൊ ഇനി ഫെർദർ ആയിട്ട് വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻവേസീവ് സ്പീഷീസ്, നമുക്ക് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും അധിനിവേശ സസ്യങ്ങളാണെന്നൊക്കെ അറിയാമെങ്കിലും, പക്ഷെ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രം ദ റൂട്ട് ലെവൽ തൊട്ട് അതിന്റെ ഒരു ക്വാറന്റൈൻ രീതിയിൽ വരെ, അതിന്റെ ഇന്റർനാഷണൽ രീതികൾ വരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന് ശങ്കരൻ സാറിനോട് ലൂക്ക ഫാമിലിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വണ്ടർഫുൾ ആയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും വളരെ എൻഗേജിംഗ് ആയിട്ടൊരു സെഷനായിട്ട് ഇതിനെ മാറ്റിയതിന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം താങ്ക് യു വെരി മച്ച്. അപ്പം ഇനിയും തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ സാറിനോട് വിളിച്ചു ചോദിക്കാം. സാറ് അതിനോട് കാണിക്കുന്ന പാഷനും എന്തൂസിയാസവും ഒക്കെ വളരെ വലുതാണ് റിട്ടയർ ചെയ്തതിനു ശേഷവും. അപ്പോൾ താങ്ക് യു വെരി മച്ച് സർ. Thank you, Kirti, and all others who participated and raised all the questions. Thank you very much.